സർവത്ര ഗോവിന്ദ നാമസംഗീർത്തനം. ശോ, കുഞ്ഞാവ മിണ്ടുന്നില്ലല്ലോ. സർവത്ര ഗോവിന്ദ നാമസംകീർത്തനം, സർവത്ര ഗോവിന്ദ നാമസംകീർത്തനം, സർവത്ര ഗോവിന്ദ നാമസംകീർത്തനം, സർവത്ര ഗോവിന്ദ നാമസംകീർത്തനം. ഐശ്വര്യത്തോടുകൂടി 9ാമത്തെ ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ സമ്പ്രതി വാർത്താ ഹെ ശൂന്യത പ്രവാചക ശൂന്യ. 9ാമത്തെ ദിവസത്തിൽ ശരിക്കും മണിദ്വീപ വർണ്ണനയൊക്കെ ഇന്നലെ, യഥാർത്ഥത്തിൽ ചിട്ടപ്പടിയുള്ളതൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇനി ഉപചാരങ്ങളെ കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചിട്ടകളനുസരിച്ച് ചെയ്യാനുള്ളത്. 12ാം അധ്യായം ഗായത്രി ദേവിയെ വർണ്ണിക്കുന്ന ഭാഗം, ദേവിയുടെ ധ്യാനം തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഗ്രന്ഥത്തെ എങ്ങനെ ഉപാസിക്കണമെന്നുള്ളത്, ഗ്രന്ഥത്തെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ളത്, ഗ്രന്ഥം നമുക്ക് മറ്റ് എല്ലാ ദേവതമാരെയും, ശ്രീകൃഷ്ണൻ എങ്ങനെയാണെന്നറിയാം, ദുർഗ എങ്ങനെയാണെന്നറിയാം, ഭദ്രകാളി എങ്ങനെയാണെന്നറിയാം. എന്നാൽ ഭാഗവതം എങ്ങനെയാണെന്നുള്ളത് നമുക്കാരും പറഞ്ഞു തരാത്തത് കൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ. ഭാഗവതത്തിന്റെ പ്രത്യക്ഷ രൂപം എന്ത്, ദേവീ ഭാഗവതത്തിന്റെ ഏതേത് അംഗങ്ങൾ, ഏതേത് ഭാഗങ്ങൾ. നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ വെറുതെ അക്ഷരങ്ങൾ അടുക്കി വെച്ച ഒരു ഗ്രന്ഥമല്ല ദേവീ ഭാഗവതം എന്ന് പറയുന്നത്. ഓരോ സ്കന്ധം ഓരോ പാദങ്ങളാണ്. 10 ഹൃദയം എന്ന് പറയും. അത് ക്രമത്തിൽ ആ ധ്യാനം പറഞ്ഞു തരുമ്പോ, ധ്യായേത് സുന്ദരിം നളിനവിലോചിനി മഹാമായേ കുമാരീ ഭാഗവത കന്യേ നിൻ പദം ഞാൻ കുമ്പിടുന്നേൻ. അല്ലയോ ദേവി മഹാമായേ കന്യാകുമാരി, ദേവി ശിവേ നിന്റെ പാദങ്ങൾ ഞാൻ കുമ്പിടുന്നേൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ദേവീ ഭാഗവതം തുറക്കുന്നത് തന്നെ. ദേവീ ഭാഗവതം എങ്ങനെ, എങ്ങോട്ടേക്ക് വയ്ക്കാം, ഏത് ദിക്ക് ദർശനമാക്കി വെക്കാം, ഏതു ദിക്കും വിരോധമില്ലെങ്കിലും വടക്ക് കിഴക്കേക്കൊണ്ട് ഭഗവതിയുടെ വീടാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിന്റെ താക്കോലോ ഇതൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്നാൽ ഒരു ഐശ്വര്യം. പൂജാമുറി ആണെങ്കിലും ഏത് മുറി എടുത്തു കഴിഞ്ഞാലും അതിന് തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും ഉണ്ടാവുമല്ലോ. വടക്ക് കിഴക്ക് ഭാഗത്ത് ചുവന്ന പട്ടിലേക്ക് പൊതിഞ്ഞ്, അത് സാക്ഷാൽ ഭഗവതിയാണ്. ഭഗവതിയുടെ ഉടയാട പോലെ ഗ്രന്ഥത്തെ പട്ടൊക്കെ കൊണ്ട് പൊതിഞ്ഞ് ഐശ്വര്യമാക്കി സൂക്ഷിച്ചാൽ, പൊതിഞ്ഞങ്ങ് വയ്ക്കാനല്ല. സാറ് പറഞ്ഞു പൊതിയാൻ നോക്കിയിരിക്കുമായിരുന്നു, ഇനി ആ പൊതി അഴിക്കണമെങ്കിൽ ഇനി അടുത്ത് എവിടെയെങ്കിലും, അങ്ങനെയല്ല. ഭഗവതിയായി കണ്ട് സങ്കല്പിച്ച് യജ്ഞത്തിന് വന്ന അന്ന് മുതൽ ഇന്ന് വരെ പറയുന്ന ഒരു കാര്യം ഒന്നേ ഉള്ളൂ. അതിനെ ഈ നിസാരമായിട്ട് നമുക്ക് തോന്നുന്നത് പോലെയൊക്കെ എടുത്തിട്ട് കളിക്കാമെന്ന് വിചാരിക്കരുത്. ഭഗവതി അങ്ങോട്ട് കളിപ്പിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ഒരു അന്തമില്ലാത്ത കളിപ്പിക്കലായിരിക്കും. അതൊരു എന്ത് പറയുന്ന ഒരു നമ്മൾ ഓടിയാൽ തീരാത്തത്ര ഒരു കളിപ്പിക്കലായിരിക്കും. അതുകൊണ്ട് ആ ഗ്രന്ഥത്തെ ഗ്രന്ഥമായി കണ്ട് പ്രേമത്തോടെ ഉപാസിച്ചാൽ കാമധേനുവും കൽപ്പതരുവുമാണ്. ഞാൻ വെറും വാക്ക് പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും അതിൽ കൂടുതലും തരും. ധനം, യശസ്, ആഭിജാത്യം, എന്തും ചോദിക്കുന്നതിന് മുകളിലാണത് തരുന്നത്. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, അത് കിട്ടാൻ വേണ്ടി അതിൻ്റെ പിറകെ ഓടണ്ട. അതിനെ ഉപാസിച്ച് തുടങ്ങുമ്പോൾ, അതിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുതരും. ശരി, സാറ് പറഞ്ഞതല്ലേ, നാളെ തൊട്ട് ഇങ്ങോട്ട് പൈസ ചാക്ക് കണക്കിന് വന്ന് കയറുമെങ്കിലോ കുറച്ച് ഉപാസിച്ച് കളയാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്, ഇല്ലേ? അപ്പോൾ ഇന്ന് എത്രാം തീയതി? ഇന്നലെ എഴുതി തന്നൊക്കെ തട്ടിന്റെ മുകളിൽ കൊണ്ട് വച്ചിട്ടായിരിക്കും വന്നിട്ടുള്ളത്. ഗതകലിയുഗം ഇന്ന് ദിനം എത്ര? പോണ് സാറേ, പ്രസാദം കിട്ടി. ഗണപതി ഹോമത്തിന്റെ എല്ലാ ദിവസം കൂടിയല്ലേ വരുള്ളൂ. ദിവസം ഇന്നലെ അങ്ങ് സ്ട്രക്കായി നിൽക്കില്ലല്ലോ. ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും,
എൻ്റെ പൊന്നു ചേച്ചി, രാവിലെ അങ്ങനെ വന്നിട്ടുണ്ട്. ചോദ്യോത്തരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കയറിയാൽ മതി. അതുവരെ ആ കരയോഗത്തിൻ്റെ ചുറ്റും എങ്ങാനും നിന്ന് കറങ്ങുന്നതാണ് നല്ലത്. രാവിലെ ചോദ്യം തുടങ്ങിയിട്ടുണ്ട്. ശരി, കൊല്ലവർഷം എത്ര? ശരി, ഇടവമാസം 18-ാം തീയതി 1199. ഇടവമാസം 18-ാം തീയതി. കൽപ്പം, ഏത് കൽപ്പത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ശ്വേതാമേനോനല്ല, റിമി ടോമി. ഏത് കൽപ്പം? ശ്വേതവരാഹ കൽപ്പം. ശ്വേതവരാഹ കൽപ്പം. ഏത് മന്വന്തരം? വൈവസ്വത മന്വന്തരം. ഇന്നലെ ഞാൻ 2-3 മന്വന്തരങ്ങളും മന്വന്തര ചരിതവും ഇന്നലെ 10-ാം സ്കന്ധത്തിൽ പറഞ്ഞു. ഏത് മനുവിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു മനുവിനെ ഓർമ്മയുണ്ടോ? സ്വയംഭൂവനെ ഓർമ്മയുണ്ട്. ശരി, സന്തോഷം. മുതുകുളത്തിൽ നിന്നുള്ള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനാണ് 1-ാം സമ്മാനം. അടുത്ത് സ്വയംഭൂവനെ കൂടാതെ 10-ാം സ്കന്ധത്തിൽ വേറെ ഏതൊക്കെ പറഞ്ഞു? 10-ാം സ്കന്ധത്തിൽ സ്വയംഭുവൻ കറക്റ്റ്. ശരി. സാവർണി മനു. ശരി, അടുത്തത് ഞാനൊരു എറിഞ്ഞു നോക്കിയതാണ് സാറേ, അങ്ങ് കയറി കൊണ്ടു. സാവർണി. ഇനി സാക്ഷ പോലുള്ള അങ്ങനെ എന്തെങ്കിലും കേട്ടോ? ചാക്ഷുരമനു. ചാക്ഷുരൻ. ശരി, ഇത്രയൊക്കെ കേട്ടാൽ മതി. 10-ാം സ്കന്ധത്തിൽ ഇത്രയൊക്കെ ഇല്ലേ? അപ്പോ ഇതേതാണ് മന്വന്തരം? മന്വന്തരം വൈവസ്വത മന്വന്തരത്തിൽ 28-ാം ചതുർയുഗത്തിൽ. 28-ാം ചതുർയുഗം കഴിഞ്ഞിട്ട് 28-ാം ചതുർയുഗം. 28-ാം ചതുർയുഗം. പിന്നെയോ കൊല്ലവർഷം 1199. ഗതകലി ദിനം 1871-997. ഇന്നലെ 6 ഇന്ന് ഗതകലി ദിനം. ഞാൻ ഇന്നലെ 10 ലക്ഷത്തി ഒരു കണക്ക് പറഞ്ഞു. 18,71,997. കൊല്ലവർഷം 1199, 1199. ഇടവമാസം 18-ാം തീയതി, ശനി ആഴ്ച, ഉത്രട്ടാതി നക്ഷത്രം. ഇന്ന് പിറന്നാൾ ഉത്രട്ടാതിക്കാണ്. ഉത്രട്ടാതിക്കാരെങ്കിലും ഉണ്ടോ? ഉത്രട്ടാതിയാണ്. ശരി. വേറെ ഉത്രട്ടാതി? നീ ഉത്രട്ടാതിയാണോ? അമ്പട കേമ, ബർത്ത്ഡേ ബോയ് ഇവിടെ ഉണ്ടോ? ശരി. ഉത്രട്ടാതി. ഇന്ന് ശ്രാദ്ധവും ഉത്രട്ടാതിയിലാണ് ഇല്ലേ? ദശമി നക്ഷത്ര ദേവത. ഉത്രട്ടാതിയുടെ നക്ഷത്ര ദേവത പേര് അഹിർബുധിനി. അഹിർബുധിനി. ഭർത്താവിനോ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഉത്രട്ടാതി നക്ഷത്രം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, എടാ നിന്റെ ദേവത അഹിർബുധിനിയാണ്. ശകവർഷം 1946. ഇതാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത്. ശകവർഷം എന്നൊരു വർഷമുണ്ട്. നമ്മുടെ ഗവൺമെന്റ് കലണ്ടറുകളിലെല്ലാം നമ്മുടെ ദിവസത്തിൻ്റെ ആ കോളത്തിൽ ഒരു കോർണറിൽ എഴുതിയിട്ടുണ്ട് 1946. ഗവൺമെന്റ് കലണ്ടർ ഒന്ന് മനസമാധാനമായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് നോക്കിയാൽ ഏറ്റവും മുകളിൽ ശകവർഷം ഇത്ര, കൊല്ലവർഷം ഇത്ര, ഹിജ്റ വർഷം ഇത്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കലണ്ടർ നോക്കുന്നത് ആകെ പാല് തന്നതിൻ്റെ കണക്ക് എഴുതാനാണ് സാറേ, ഗ്യാസ് എടുത്തതിൻ്റെ കണക്ക്. പിന്നെ എന്തിനെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വട്ടം വരച്ചിടുന്നു. ആരെങ്കിലും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, കൊടുക്കാനുണ്ടെങ്കിൽ എഴുതൂല, വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പേജിലും എഴുതും തരാനുണ്ട്. വഴിയെ പോകുന്നവരും നിന്നവരും കണ്ടവരും ഒക്കെ ആ കലണ്ടർ നോക്കി വായിച്ചിട്ട് പോവോ. സുമതി കുഞ്ഞമ്മ രൂപക്ക 1000 തരാനുണ്ട്.
അവരെ സർവ്വമാനവും പോവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടറിൽ എഴുതി ഹോളിൽ തൂക്കും. കല്യാണം വന്നാലും ജാതകം കൂടെ വന്നാലും അത് മാറ്റുന്ന പരിപാടിയുമില്ല. അപ്പോൾ ഇനി ഉത്തരായന കാലം, ഋതു ഗ്രീഷ്മം. ഋതു അത് എപ്പോഴും മാറില്ല. ഈ ഉത്രട്ടാതി നക്ഷത്രത്തിനെ സംബന്ധിച്ച് കരിമ്പനയാണ് വൃക്ഷം. കരിമ്പനയാണ് വൃക്ഷം. പക്ഷി ഇന്നലത്തേത് തന്നെ. ഏത്? മയിലായി പറന്നുവാ. അതേതോ ഈശ്വര പ്രാർത്ഥന പോലെയായി. പാടിയത് വേറൊരു പാട്ടാണ്. പക്ഷെ പാടി വന്നപ്പം ഈശ്വര പ്രാർത്ഥനയായി എന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല എന്നേ ഉള്ളൂ. കേൾക്കുന്നവർക്ക് കുഴപ്പമുണ്ട്. അയ്യോ ഇതല്ലല്ലോ സാറേ. ഉത്രട്ടാതി പൊതുവെ തടിയുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾക്കൊഴികെ ബാക്കിയുള്ള കർമ്മങ്ങൾക്കെല്ലാം നമ്മൾ ഉത്രട്ടാതി എടുക്കുന്നതാണ്. ഈ വീട് പണിക്ക് ആദ്യമായിട്ട് മരം മുറിക്കുക, തടിപ്പണി തുടങ്ങുക, കട്ടള വയ്ക്കുക തുടങ്ങിയിട്ടുള്ളതിനൊന്നും നമ്മൾ ഉത്രട്ടാതി എടുക്കില്ല. ബാക്കിയുള്ള ലോഹം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, ഒരുവിധം ശുഭകാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്രട്ടാതി എടുക്കുന്നതാണ്. ഈ തടിപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ഉത്രട്ടാതി പലവട്ടം ആലോചിക്കും. വേണോ? ഉത്രട്ടാതി സാധാരണ അങ്ങനെ എടുക്കാറില്ല. ഓം അശ്വതി, കാർത്തിക, മകയിരം ഉത്രട്ടാതിയുമായിട്ട് അത്ര ഒരു കോഡിയൽ റിലേഷനാണെന്ന് പറയാൻ വയ്യ. അശ്വതിക്കും ഉണ്ടാ വിഷയം, കാർത്തികയ്ക്കും ഉണ്ടാ വിഷയം, മകയിരത്തിനുണ്ട്. ഇത് മൂന്നും ഈ കോഡിയൽ അല്ല എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നല്ല അർത്ഥം. നമുക്ക് അങ്ങോട്ടൊരു പ്ലഗ് ഇൻ ആവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വേവ് ലെങ്ത് അങ്ങോട്ട് കിട്ടൂല. കാന്ന് പറഞ്ഞാൽ കൂന്ന് പറയും, അല്ലെങ്കിൽ കൂക്കു എന്ന് പറയും. നമുക്ക് അങ്ങോട്ട് ഓടൂല, വണ്ടി ഓടിക്കാൻ പാടാണ്. പിന്നെ ഇതെല്ലാം നോക്കി 10ന് 8 പൊരുത്തവും നോക്കി ടകടോ എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് പോയ അവിടെ പിന്നെ ഭാര്യയും ഭർത്താവും പാർവതി പരമേശ്വരന്മാരെ പോലെയാണ്. വീട്ടിലിരുന്ന് അടിച്ച് വഴക്ക് തീരാതിരുന്ന വണ്ടിയിലിരുന്ന് തീർന്നില്ലെങ്കിൽ എവിടെ? അമ്പലത്തിലെങ്കിൽ അമ്പലത്തിൽ, യജ്ഞവേദിയിലെങ്കിൽ യജ്ഞവേദിയിൽ, എവിടെയാണെങ്കിലും ഇല്ലേ? ഓം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ രാധാസമേതായ ഗോവിന്ദായ നമോ നമഃ. കഴിഞ്ഞ 9 ദിവസമായിട്ട്, 8 ദിവസം ഭദ്രദീപ ഉൾപ്പെടെ 9 ദിവസമായിട്ട് ഭഗവതിയുടെ നടയിൽ വരുന്ന നവാഹയജ്ഞം ഇന്ന് അഭിജിത്തോടുകൂടി ഭഗവതിയുടെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടും രാവിലെ കുറച്ച് ഭാഗം, ഒരു സ്കന്ധത്തിൻ്റെത് വായിക്കാനുള്ള ഭാഗം വായിച്ചു തീരും. മണിദ്വീപം വായിച്ചു പോവും. ഇനി ഏതേത് ദേവതമാരെയൊക്കെ നമ്മൾ യജ്ഞവേദിയിലേക്ക് ആവാഹിച്ചോ അതാത് ദേവതമാരെ സ്വസ്ഥാനത്തിലേക്ക് തിരിച്ചയക്കണം. ഓരോരുത്തരായിട്ട് 12ാം സ്കന്ധം ഗായത്രി ജപിച്ചു കഴിഞ്ഞ് കലശമാടി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അഭിഷേകം തുടങ്ങുമ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങും. അത് ഇത്തിരി കടുപ്പമാണ്. ഇത്രയും നാള് നമ്മുടെ കൂടെ കാറ്റായി, മഴയായി, വിഭൂതികളായി, ഐശ്വര്യമായി, ഓജസ്സായി, തേജസ്സായി, കളം നിറഞ്ഞിങ്ങനെ ഓരോ തരത്തില്, ചിലപ്പോൾ കാറ്റ്, ചിലപ്പോൾ മഴ, ചിലപ്പോൾ മഞ്ഞുതുള്ളി, ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ശരീരത്തിൽ ഭൗതിക സാന്നിധ്യമായിട്ട്. ഇന്നലെയും അങ്ങനെ ആരോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഉണ്ട്. ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഓരോരുത്തർക്ക് അങ്ങനെയുള്ള ഭഗവതിമാരെ ഇങ്ങനെ യജ്ഞവേദിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് അവസാനത്തെ നാമം ജപിച്ച, ഭാഗവത ധ്യാനം ജപിച്ച ലളിത സഹസ്രനാമം, ഭഗവതി സേവയിൽ ലളിത സഹസ്രനാമം ഒരുമിച്ച് ജപിച്ച് ഭഗവതിക്കുള്ള ദക്ഷിണ സമർപ്പിച്ച്
ശരി. മോള് കൊണ്ടുവന്നതുകൊണ്ട് രണ്ടാമത് കഴിക്കാം. നീ ഇത്രയും ഓർമ്മിച്ച് കൊണ്ടുവന്നല്ലോ. ശരി. അത് ഈ പിള്ളേർക്ക് മാത്രമുള്ള ഒരു എന്താ പറയുന്ന ഒരു കപ്പാസിറ്റിയാണ്. അവിടെ നിന്ന് നോക്കിയുള്ള കയ്യിലൊന്നും കാണുന്നില്ല. സാധാരണ ഈ സമയത്തൊക്കെ ആണല്ലോ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ വെച്ചിരിക്കുമല്ലോ ഞാൻ. ശരി, ഓടിച്ചെന്ന് അവിടെ നിന്ന് ഒരെണ്ണം, ആരും പറഞ്ഞൊന്നുമില്ല, അവിടെ നിന്ന് ഓടിച്ചെന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നു. ശരി, സന്തോഷം അല്ലേ? അപ്പോൾ അവൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ പിന്നെ നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളതല്ല വിഷയം. ആ എടുത്തുകൊണ്ട് വന്ന ഒരു മനസ്ഥിതി ഉണ്ടല്ലോ. അങ്ങനെ ലളിത സഹസ്രനാമം ജപിച്ച്, ഒരുമിച്ച് ലളിത സഹസ്രനാമം ജപിച്ച്, ചിലപ്പോൾ ഫ്ലൈറ്റ് വരും പോവാൻ, ചിലപ്പോൾ ഫ്ലൈറ്റ് വരില്ല. ചിലപ്പോൾ പറയും ഞാനിവിടെയൊക്കെ എനിക്ക് ഒന്ന് രണ്ടിടത്തൂടെ ചെട്ടിക്കുളങ്ങരയൊക്കെ എനിക്കൊന്ന് കാണണം, ഒന്ന് കയറണം. നീ ഇന്ന് കയറാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ചിലപ്പോൾ പറയും ഇല്ലേ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് ദേവതമാർ ഓരോരുത്തരായി ഇറങ്ങി അവസാനം കലശമാടി അപ്പുറത്തെ മണിദ്വീപത്തിൽ ഭഗവതിയുടെ പച്ചപ്പന്തലിൽ ദീപാരാധനയും കഴിഞ്ഞ് ഗരുഡഗമനതവ എന്ന് പറഞ്ഞ നാമം ജപിക്കുമ്പോൾ അനന്തമൂർത്തിയായ ഭഗവതി മണിദ്വീപത്തിലേക്ക് മടങ്ങുന്നു എന്നാണ്. ആദ്യം വന്നത് സരസ്വതി ദേവിയാണ്, അവസാനം ഇറങ്ങുന്നത് സരസ്വതി ദേവിയാണ്. വന്നത് ക്ലോക്ക് വൈസിൽ സരസ്വതി ദേവി, അത് കഴിഞ്ഞിട്ട് ഭൂമി ഗംഗ എന്ന് പറഞ്ഞിട്ടാണ് ആ ക്രമത്തിൽ വന്നത്. തിരിച്ചു പോകുന്നത് ഇവിടുന്ന് റിവേഴ്സ് ഗിയറിലാണ്. അവസാനം വാഗ്ദേവതയായ സരസ്വതി ഇറങ്ങും. വാഗ്ദേവതയായ സരസ്വതി ഇറങ്ങിക്കഴിയുമ്പോൾ മണിയൊച്ചയും ശംഖനാദവും കേൾക്കും. ദുർഗാലക്ഷ്മി സരസ്വതിമാരിൽ സരസ്വതി ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ ശ്രീചക്രരാജ ഈശ്വരിയുടെ, അങ്ങനെയാണ് ഓരോ സങ്കല്പവും. അങ്ങനെയാണ് യജ്ഞത്തിൻ്റെ സങ്കല്പം. ഓം നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരായ മഹേശ്വരായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മന്ദാകിനി സലിലചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രഥമ നാഥമഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. അടുത്ത മാ ശി, ശരി, ശീല അന്താക്ഷരിയ. ശിവായ ഗൗരി വദനാരവിന്ദ ധ്വരായ ദക്ഷ ധ്വരനാശനായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ 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 ശിവായ നമഃ ശിവായ. ശി വാ, ശരി, വാ വാ. വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര സേവാർച്ചിത പൂജിതായ ചന്ദ്രാർക്ക. ഭഗവാൻ കൺഫ്യൂഷൻ ആവും. ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ തസ്മൈ തസ്മൈ വകാരായ. ഓ, ഇതൊന്നും ഞാൻ പഠിച്ചില്ല, ഇതൊക്കെ ഇനി വേണം എനിക്ക് പഠിക്കാൻ, ഇതൊക്കെ ഇനി നിങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ട് വേണ്ട ഇതൊക്കെ പഠിക്കാൻ. അതാ തസ്മൈ വകാരായ നമഃ ശിവായ. യക്ഷസ്വരൂപായ. ഓ, അങ്ങനെയാണോ? ജടാധരായ
ഓ, ഈ പിനാകം എന്ന് വെച്ചാൽ എന്തുവാ? ഈ പിനാകം എന്തുവാ? ഒന്ന് ചുമ്മാ ഇരി സാറേ. പിനാകം എങ്ങനെ? പിനാകം ഭഗവാന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മണി പേഴ്സാട്ടോ? ശൂലമോ? പിനാകം. പിനാകഹസ്തായ, കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ് പിനാകഹസ്ത. ഉറിയോ? ഉടുക്കോ? അല്ല. കൊട്ടാനുള്ളതല്ല. അവിടെ നിന്നൊരു ചൂരലായിട്ട് ഇനി എടുക്കുവോ? പിനാകം. ഓപ്പൺ ചലഞ്ചാണേ. കുന്തോ? ശൂലോ? അല്ല. ശരി, ഭഗവാന്റെ കയ്യിലുള്ള ഗത, ഈ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട്, ഭഗവാന്റെ കയ്യിലുള്ള, മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള ഗത എന്തോ പേര്? ഇത് വേലിയിൽ ഇരുന്നതിനേക്കാളും വലുതാണല്ലോ ഈശ്വര. മടിയിൽ ഇരുന്നതിനേക്കാളും വലുതാണല്ലോ വേലിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ കയ്യിലെ അതാ. 47 വയസ്സേ ആയിട്ടുള്ളൂ, ചേച്ചി എന്നൊക്കെ വിളിക്കാം. ശരി. പീതാംബരം കരവിരാജിത ശംഖചക്രം കൗമോദകീ സരസിജം. ഭഗവാന്റെ കയ്യിലുള്ള ചക്രം. മഹാവിഷ്ണുവിന്റെ നാഗം, തൽപ്പം, അനന്തൻ, ശേഷശായിനി നമ. എന്നാൽ ഹരേ കൃഷ്ണ, സുബ്രഹ്മണ്യന്റെ കയ്യിൽ, ശരി ശരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശരി, ഹരേ കൃഷ്ണ, സന്തോഷം. തരാം തരാം തരാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവതി മഹാമായം. മുരുകന്റെ കയ്യിലിരിക്കുന്ന ആ വേലിനൊരു പേരുണ്ട്, വളരെ കോമൺ ആണ് ആ പേര്. എന്തോ ശക്തി എന്ന് പറയുന്ന പേര്. അപ്പൊ എന്നാൽ പിനാകം, പിനാകഹസ്തായ, കിരാതമൂർത്തിയായിരിക്കുന്ന മഹാദേവന്റെ കയ്യിൽ ശൂലം നഹി ഹെ. मैंने बार बार कहा शूलम नहीं है. ആലോചിക്കൂ, കിരാതമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ജോലി എന്താണ്? അത് തന്നെ. അപ്പൊ എന്താണ്? ഭഗവാൻ അമ്പെയ്ത്താണ് പരിപാടി. അപ്പോ പിനാകം എടുക്കൂ. ഗ്രന്ഥസമുച്ചയം പിനാകം. ദേവി ഭാഗവതത്തിൽ പിനാകത്തെ കുറിച്ച് പറയുന്ന ഭാഗവും പിനാകം എന്താണെന്നുള്ളതും പറഞ്ഞുതരാം. രണ്ടിലൊന്ന് എന്തെങ്കിലും പഠിച്ചിട്ട് പോവാം. ഇനി ഏതൊക്കെ ദേവന്മാരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ അറിയാം? ആയുധങ്ങളുടെ പേരുകൾ അറിയാം. ഒരറ്റത്തിൽ നിന്ന് പോട്ട്. മഹാവിഷ്ണു, മഹാലക്ഷ്മി. ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ ആയുധങ്ങൾ ഉണ്ടോന്നറിയാം. ഈ സരസിജം എന്താ? താമര. ശരി. ഭഗവാനെ, പിനാകം എന്നത് ശിവഭഗവാന്റെ വില്ലാണ്. പിനാകം. ഈ വില്ലിനെ കുറിച്ച് പറയുമ്പോൾ എഴുതിയെടുക്കേണ്ടവരെ എഴുതിയെടുത്തോളൂ. പിനാകം എന്നത് ആദ്യം ബ്രഹ്മദേവൻ പിനാകത്തെ നൽകിയിട്ട് ത്രിശൂല സ്വരൂപമായിരിക്കുന്ന ആയുധത്തെ ബ്രഹ്മദേവൻ ആദ്യം പിനാകമെന്ന് വിളിച്ചു. പിനാകമെന്ന് പറയുന്നത് ശിവന്റെ വില്ലാണ്. അതിന്റെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ ആദ്യം ഈ ആയുധത്തെ
തൃശ്ശൂർ, അത് ഏത് ഭാഗമാണെന്നും കൂടി ഞാനൊന്ന് നോക്കിക്കോട്ടെ. മഹാഭാരതം ഉണ്ടോ നോക്കൂ. അതിനകത്ത് എൻ്റെ ഭാഗവതം എടുത്താൽ മഹാഭാരതത്തിനകത്ത് അനുശാസന പർവ്വത്തിലാണ്. ഞാനൊന്ന് നോക്കിക്കോട്ടെ. ദേവി ഭാഗവതത്തിൽ അനുശാസന പർവ്വം 12-ലാണെന്ന് തോന്നുന്നു. 2-ലൊന്ന് തീരുമാനിച്ചിട്ട് തന്നെ കാര്യം. എൻ്റെ ഡയറി ഞാൻ തന്നാൽ മതി, ഗുരുവായൂരപ്പൻ്റെ ഡയറി ഞാൻ തന്നാൽ മതി. ഡയറിയോ ഭാഗവതോ 2-നകത്ത് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നാൽ മതി. ആ പിങ്ക് തന്നെ ചേച്ചി എടുത്തത് തന്നെ, ചേച്ചി എടുത്ത പിങ്ക് തന്നെ. ശ്രീനീലകണ്ഠായ പൃഷ്ഠധ്വജായ തസ്മൈ മകാരായ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ബുക്ക് പോലെയാണ്, ഈ എല്ലാം ഹൈലൈറ്റർ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അത് പ്രത്യേകിച്ച് അത് ഉണ്ടായിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്. ശരി, അത് തന്നെയാണ് മഹാഭാരതത്തിൽ തന്നെയാണ്. മഹാഭാരതത്തിൽ 12 അവിടെ നോയിക്കോളൂ. മഹാഭാരതം വനപർവ്വത്തിൽ 40-ാം അധ്യായത്തില് ഈ വില്ലിനെ കുറിച്ച് പറയുന്നു. അനുശാസന പർവം 141-ൽ ശാന്തി പർവം 290-ലും ഈ വില്ലിനെ കുറിച്ച് പറയുന്നു. അത് എങ്ങനെയാണ് പണ്ട് ബ്രഹ്മദേവൻ തൃശൂലമെന്ന് വിളിച്ച സാധനം വില്ലായി മാറിയത് എന്നൊരു കഥയും കൂടി ഈ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. മഹാദേവന് ഈ ആയുധം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തറയിൽ വീഴാതെ സൂക്ഷിക്കണം. പ്രദോഷമാകുമ്പോൾ പാർവതി ദേവി അടുത്ത് വന്നിരുന്നപ്പോഴേക്കും രണ്ടുപേരും കൂടി ഡാൻസ്. എന്താണെങ്കിലും ബ്രഹ്മദേവൻ കയ്യിൽ കൊടുത്ത ഈ സാധനം ദയാ നടക്കണു. ഓ, അവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ മഹാദേവൻ്റെതായതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ സാധനം കയ്യിൽ വീണപ്പോഴേക്കും ഈ തൃശൂലത്തിന്റെ സാധനം കൈലാസത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് താഴോട്ട് വീണാ പിന്നെ വല്ലതും പറയാനുണ്ടോ? അത് പിന്നെ വില്ലുപോലെ വളയാതിരിക്കുവോ? ഈ സാധനം വില്ലുപോലെ കൊണ്ടങ്ങ് വളഞ്ഞെന്നും ഇത് ബ്രഹ്മദേവനാൽ സമ്മാനിക്കപ്പെട്ടത് കൊണ്ട് കളയാനും വയ്യ കൊള്ളാനും വയ്യ. ഭഗവാൻ വിചാരിച്ചു, ബ്രഹ്മദേവൻ ചോദിച്ചാൽ തൻ്റെ ശൂലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ തായിരിപ്പുണ്ട്, ഇപ്പൊ വില്ലാണ് ഇല്ലേ എന്ന് പറയാമെന്നും ഇല്ല തിരിച്ചാണ് സംഭവിച്ചതെന്നും ഒരു കഥയുണ്ട്. അത് ഈ മഹാഭാരതത്തിലെ ഈ പർവ്വങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന് തിരിച്ചു പറയുന്ന കഥയെന്ന് പറഞ്ഞാൽ ആദ്യം വില്ലാക്കി കൊടുത്തുവെന്നും ഇത് തറയിൽ വീണപ്പോഴേക്കും അത് തൃശൂലമായെന്നും. ഏതാണെങ്കിലും ഈ പിനാകത്തെ വില്ലായും ഭഗവാന്റെ തൃശൂലമായും സങ്കല്പിക്കുന്നു. ഇത് പറയുന്നത് മഹാഭാരതം ആദിപർവം, മഹാഭാരതം വനപർവം, മഹാഭാരതം ശാന്തിപർവം. ശാന്തിപർവത്തിലെ 290-ാം അധ്യായത്തിലും അനുശാസന പർവം 141-ാം അധ്യായത്തിലും വനപർവം 40-ാം അധ്യായത്തിലും പറഞ്ഞിരുന്നു. ഇനി ഈ പിനാകന് ഒരു സഹോദരിയുണ്ട്, ഒരു ട്വിൻ പിനാകി. അത് ഈ വില്ലുമായിട്ട് ബന്ധമില്ല. പിനാകി, കോമളൻ, കോമളിയോ? ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. ഉത്തരം ഉടനെ ഉണ്ട്, കോമളൻ കോമളി. ആ ശരി, പിന്നെ അതാ പിനാകി ഉണ്ടെങ്കിൽ പിന്നെ എടാ നീ പറയുന്നത് ശരിയാണ് മക്കളെ. എന്തുകൊണ്ട് കോമളന് കോമളി ആയിക്കൂടാ? ഈ പിനാകി എന്ന് പറയുന്നത് ഏകാദശ രുദ്രന്മാരിൽ 11 രുദ്രന്മാരിൽ ഒരാളാണ്. ബ്രഹ്മാവിന്റെ പൗത്രനാണ് ഈ പിനാകി. അപ്പൊ പലപ്പോഴും ഈ പുരാണ പ്രശ്നോത്തരിയിൽ പിനാകി ചോദിക്കുമ്പോൾ നമ്മൾ പിനാകം പറയും, പിനാകം ചോദിക്കുമ്പോൾ പറയാൻ അറിഞ്ഞാൽ അതൊന്നും മിണ്ടാതെ ഇരിക്കും. ഏകാദശ രുദ്രന്മാരിൽ ഒരാളാണ് ഈ പിനാകി. ബ്രഹ്മാവിന്റെ ചെറുമോനാണ്. ബ്രഹ്മാവിന്റെ മകൻ സ്ഥാണു. താണു അല്ല സ്ഥാണു.
ബ്രഹ്മപുത്രൻ സ്ഥാണു, സ്ഥാണുവിന്റെ പുത്രൻ പിനാകി. മഹാഭാരതം ആദി പർവം 66-ാം അധ്യായത്തില് അർജുനന്റെ ജന്മോത്സവത്തിൽ ബർത്ത്ഡേ പാർട്ടിക്ക് ഈ പിനാകി പോയതായിട്ട് പറയുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടിയൊക്കെ അന്നേ ഉണ്ട്. മഹാഭാരതം ആദി പർവം 66-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. ഇതേ കാര്യം മഹാഭാരതം ശാന്തി പർവത്തിൽ 208-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മഹാഭാരതം വീട്ടിലില്ലെങ്കിൽ ഒരു മഹാഭാരതം, വ്യാസരചിതമായ മഹാഭാരതം ഒന്ന് വാങ്ങിക്കണം. നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അതിലുള്ളതേ സർവ്വലോകത്തിലും ഉള്ളൂ, അതിലില്ലാത്തത് വേറെ ഒന്നിലുമില്ല. പണ്ടുള്ള ഏതോ ഒരു കുരുട്ട് അപ്പൂപ്പൻ പറഞ്ഞു മഹാഭാരതം വീട്ടിൽ വെച്ചാൽ യുദ്ധം നടക്കുമെന്ന്. പിന്നെ ഇപ്പൊ വീട്ടിൽ നടക്കുന്നതൊക്കെ പിന്നെ ഈ യുദ്ധം കണ്ട് തലതാണിച്ച് മഹാഭാരതം ഇറങ്ങി പോവെങ്കിലേ ഉള്ളൂ. എൻ്റെ ഒന്നും നടന്നിട്ടില്ലല്ലോ. 9 കപ്പോ 9 ലിറ്ററോ ഏതാണെങ്കിലും 9ന്റെ ഒരു ഗുണിതം എടുത്താൽ മതി. 9 കപ്പ് 9 ലിറ്റർ 9 നാഴി ഏതെങ്കിലും ഒരു 9ന്റെ ഗുണിതം എടുത്താൽ മതി. അപ്പോ ഇനി ശിവനെ പിനാകി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? പിനാകമെന്ന വില്ല് ധരിച്ചത് കൊണ്ട് പിനാകി. അപ്പൊ ഇത് ശൂലമാണെന്ന് പറയുന്നു, ശൂലം മാറി വില്ലായതാണെന്ന് പറയുന്നു, ഇല്ല വില്ല് മാറി ശൂലം. ഏതാണെങ്കിലും നമുക്ക് വിരോധമൊന്നുമില്ല. മഹാഭാരതത്തിൽ ഇത്രയും റെഫറൻസുകൾ അതിനകത്ത് കിടപ്പുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിനാകം ധരിച്ചത് കൊണ്ട് പിനാകി എന്ന് പറയുന്നു. നമുക്ക് വേറൊരു പിനാകിയെ നമുക്കറിയാം. ഏകാദശ രുദ്രന്മാരിൽ ബ്രഹ്മാവിന്റെ പുത്രനായ സ്ഥാണു, സ്ഥാണുവിന്റെ പുത്രൻ സന്തോഷം. അപ്പോ സന്തോഷം. അയ്യോ കൃഷ്ണ, വെടി കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുക്കണം. പിന്നെ ചേച്ചി അതിനകത്ത് വാള ഇത് കൊണ്ടുവന്നു, ഇത് കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുക്കണം. ഇത് കൊണ്ടുവന്ന് ടീച്ചർക്കും പിള്ളേർക്കും കൊടുക്കണം. ശരി, ഹരികൃഷ്ണ, സന്തോഷം. അപ്പോ ശരി, അപ്പോൾ അടുത്ത യജ്ഞവേദിയിൽ കാണാം. ഹരി ഓം. അപ്പോൾ പിനാകിയായി, പിനാകമായി ഒരു പിനാകിയെ പഠിച്ചു. പിനാകം എന്ന വില്ല് ധരിച്ചത് കൊണ്ട് ശിവനെ പിനാകി എന്ന് വിളിക്കുന്നുവെന്നും പഠിച്ചു. ഇനി പിനാകി പറയുമ്പോൾ മഹാഭാരതത്തിൽ നിന്ന് ഒരു പിപ്പലനുണ്ട്. പിപ്പലനെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങ് കഴിയും. ഈ ദേവി ഭാഗവതത്തിൽ ഇനി എഴുതാനൊരു വശം ബാക്കിയില്ല. അതായത് മിത്രൻ എന്നു പേരായ സൂര്യനാണ് പിപ്പലൻ. പിപ്പലന്മാര് 1-2 പേരുണ്ട്. 2 പിപ്പലന്മാര് പ്രധാനമായിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് മിത്രൻ എന്നു പേരായ സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. പിപ്പലൻ. അച്ഛൻ്റെ പേര് മക്കൾക്കും വരുമെന്ന് പറഞ്ഞതുപോലെ മിത്രൻ എന്നു പേരായ ആദിത്യന് അഥവാ സൂര്യന് രേവതി എന്ന ഭാര്യയിൽ 3 മക്കളുണ്ടായി. അതിൽ ഏറ്റവും ഇളയവനെ പിപ്പലൻ എന്ന് വിളിച്ചു. നമ്മൾക്ക് വേണമെങ്കിൽ പപ്പാന്ന് വിളിക്കാം. ഇപ്പൊ പിപ്പലാന്ന് വിളിക്കുന്നത് എങ്ങനെ? അപ്പോ മിത്രൻ എന്നു പേരായ ആദിത്യന് രേവതി എന്ന ഭാര്യയിൽ 3 സന്താനങ്ങൾ ജനിച്ചു. അതിൽ ഏറ്റവും യങ്ങസ്റ്റ് വൺ, ഏറ്റവും ഇളയവനെ പിപ്പലൻ എന്ന് വിളിച്ചു. നമുക്ക് വേണമെങ്കിൽ പിപ്പു എന്ന് വിളിക്കാം.
അത് പറഞ്ഞു വയ്ക്കുന്നത് ഭവിഷ്യപുരാണത്തിലാണ്. അത് പറഞ്ഞു വയ്ക്കുന്നത് ഭവിഷ്യപുരാണത്തിലെ എത്രാമത്തെ അധ്യായമെന്നോ സ്കന്ധമെന്നോ ഓർമ്മയില്ല. ഭവിഷ്യപുരാണത്തിലാണ് ഈ രേവതി എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായ പുത്രനെ കുറിച്ച് പറയുന്നത്. ശരി, ജഗദാനന്ത കാരകം ജഗദാനന്ദ കാരക ജഗദാനന്ദ കാരകം ജഗദാനന്ദ കാരകം ജഗദാനന്ദ കാരകം. ഇന്നലെ നമ്മൾ മണിദ്വീപം എല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞു. മണിദ്വീപത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. മണിദ്വീപം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും നമ്മൾ 9-ാം ദിവസം പരീക്ഷത്തിൻ്റെ ഉദ്ധാരണം. ദേവി ഭാഗവതം ആരാർക്ക് ഉപദേശിച്ചു? വേദവ്യാസൻ ജനമേജയന് ഉപദേശിച്ചു. വേദവ്യാസൻ പറയുകയാണ്, നീ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. നാരായണൻ പണ്ട് നാരദ മഹർഷിയെ കേൾപ്പിച്ച അത്ഭുതകരമായ ദേവീപുരാണം പഠിക്കുന്നവൻ സർവ സൗഭാഗ്യങ്ങളോടും കൂടി വാഴും. പരീക്ഷിത് ഉദ്ധരണം എന്ന് പറയുന്ന ഭാഗമാണ് പറയുന്നത്. നിന്റെ പിതാവിനെ ഉദ്ധരിക്കുന്നതിനായി, സമുദ്ധരിക്കാനായി മഹാദേവിയുടെ യജ്ഞം നടത്തുക. നീ ദേവി ഉപാസനാ മന്ത്രവും സ്വീകരിക്കണം. വിധിപ്രകാരം മന്ത്രം ഗ്രഹിച്ചാൽ ജന്മസാഫല്യം തന്നെ വരും. സുതം പറഞ്ഞു, വ്യാസമഹർഷി ഇങ്ങനെ പറയുന്ന നേരത്ത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വിധി പോലെ വേദമന്ത്രം സ്വീകരിച്ച ജനമേജയൻ, വേദവ്യാസൻ ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? ജനമേജയന്, ഇല്ലേ? അപ്പൊ ഈ പരീക്ഷിത് ഉദ്ധരണം എന്ന് പറയുന്ന ഭാഗത്ത് മോക്ഷത്തെ കൊടുക്കണമെന്ന് പറഞ്ഞു. നീ വേണ്ടതുപോലെ വിധിപ്രകാരം കർമ്മങ്ങൾ ദേവീ മഖം നടത്തണം. മഖം എന്നാൽ യജ്ഞം. ഇന്നലെ പറഞ്ഞു മഖം എന്ന് പറഞ്ഞപ്പം എൻ്റെ മുഖത്ത് നോക്കാതെ നമ്രശിരസ്കരായിട്ട് എല്ലാവരും ഇരിക്കുന്നത് കണ്ടു. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നെങ്കിൽ എണീറ്റിട്ട് വീട്ടിൽ പോകാം, ഈ ചോദ്യം സഹിക്കാൻ വയ്യ എൻ്റെ പൊന്നു സാറേ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പോൾ ദേവീമഖം നടത്തണമെന്ന് പറഞ്ഞു. പരീക്ഷിത് ഉദ്ധരണത്തിൽ വ്യാസമഹർഷി ഇങ്ങനെ പറഞ്ഞപ്പോൾ വിധി പോലെ ദേവീമന്ത്രം സ്വീകരിച്ച ജനമേജയൻ വളരെ ഗംഭീരമായി വേണ്ടത്ര സമ്പത്ത് ചെലവഴിച്ച് നവരാത്രി കാലത്ത് ധൗമ്യനെ കൊണ്ട്, ധൗമ്യൻ എന്ന് പറയുന്ന മഹർഷിയെ കൊണ്ട്, അതാ പരീക്ഷിത് ഉദ്ധരണത്തിൽ എഴുതി വെക്കണം ആരെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളത്. നവരാത്രി കാലത്താണ് ചെയ്യിക്കുന്നത്. ധൗമ്യനെ കൊണ്ട് ദേവീ യജ്ഞം ചെയ്യിച്ചു. ദേവിയുടെ സവിധത്തിൽ നാമജപത്തോടുകൂടി ദേവീ ഭാഗവതം പാരായണം ചെയ്തു. സുവാസിനികൾ, ഇപ്പോൾ ഇതൊരു വീടിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു പശ്ചാത്തലമാണെങ്കിൽ ഇവിടെ സുവാസിനി പൂജ കാണുമായിരുന്നു, ബാക്കിയുള്ള ഒരുപാട് പൂജാക്രമങ്ങൾ കാണുമായിരുന്നു. ഇത് ക്ഷേത്രമായതുകൊണ്ടാണ്, ക്ഷേത്രത്തിൻ്റെ ഇതിലായതുകൊണ്ടാണ് ആ പൂജാക്രമങ്ങളൊന്നും ഇല്ലാത്തത്. സുവാസിനികൾ, നാമം ജപിക്കുന്നവർ, കുമാരിമാർ എന്നിവരെ വിളിച്ച് വിധി പോലെ പൂജിക്കണമെന്നും ആഹാരം കഴിക്കാൻ അപ്പോൾ നമ്മൾ ദേവീമഖത്തെ കുറിച്ച് പറയുമ്പോൾ യാഗം പൂർത്തീകരിച്ച് തൻ്റെ രാജധാനിയിൽ, അപ്പൊ ധൗമ്യനാണ് യാഗം നടത്തിക്കൊടുത്തത്. ആരുടെ യാഗം നടത്തിക്കൊടുത്തത്? ആർക്ക് യാഗം നടത്തിക്കൊടുത്തത്? ജനമേജയൻ അല്ലേ? ദേവീ സവിധത്തിൽ വിപ്രരെ കൊണ്ട് ദേവീ ഭാഗവതം. അനാഥർ, ആഹാരം കഴിക്കാൻ തീരെ സാഹചര്യമില്ലാത്തവർ, ദരിദ്രർ മുതലായവർക്ക് ധനത്തെയും മൃഷ്ടാന്ന ഭോജനത്തെയും നൽകി ദേവീ ഭാഗവത യജ്ഞം നടത്തണമെന്ന് വിധി. അതുകൊണ്ടാണ്
അന്നദാനം വച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ജഗ്വാറിൽ വരും, അന്നദാനം എന്നാണ് പേര്, ഇല്ലേ? എല്ലായിടത്തും ദേവി ഭാഗവതം എന്തിനീ അന്നദാനം എന്ന് പറഞ്ഞ സങ്കല്പം വച്ചുവെന്ന് പറഞ്ഞാൽ യജ്ഞത്തിൻ്റെ പൂർത്തിക്ക് അന്നദാനത്തെ ചെയ്യണം. ആഹാരം കഴിക്കാൻ തീരെ സാഹചര്യമില്ലാത്തവർ തീരെ, ഇല്ലേ? പക്ഷെ ഇപ്പം അങ്ങനെ നമ്മൾ കാണാറില്ല. പിന്നെ വേണമെങ്കിൽ ഇതിനു വേണ്ടി വേണമെങ്കിൽ എവിടെയെങ്കിലും അപ്പോൾ അവർ പറയും 500 രൂപ ഫീസ് തന്നാലേ വരത്തുള്ളൂ, ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് വരുന്ന പരിപാടിയില്ല എന്ന് പറയും. മൃഷ്ടാന്ന ഭോജനവും ധനവും നൽകി. യാഗം പൂർത്തീകരിച്ച രാജധാനിയിൽ സ്വസ്ഥനായിരിക്കുന്ന ജനമേജയന്റെ അടുത്തേക്ക് വീണമീട്ടിക്കൊണ്ട് നാരദ മഹർഷി എത്തി. മണിദ്വീപം കേട്ട് കഴിഞ്ഞാൽ അടുത്ത് പരീക്ഷത്തിന്റെ ഉദ്ധരണം. ഞാൻ ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കുവേ. ഡാ ഡൂ 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 എന്ന് പറഞ്ഞിരിപ്പുണ്ട്. ധൗമ്യൻ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഡമ്പൻ എന്ന് പറയണം, അപ്പോഴാണ് ഇരിക്കുന്നത്. യാഗം പൂർത്തീകരിച്ച് രാജധാനിയിൽ സ്വസ്ഥനായിരിക്കുന്ന ജനമേജയന്റെ അടുത്തേക്ക് വീണമീട്ടിക്കൊണ്ട് നാരദാദികൾ എത്തി. ദേവർഷിയെ സ്വീകരിച്ച രാജാവിനോട് നാരദൻ പറഞ്ഞു, ഒരാശ്ചര്യകരമായ സംഭവം സ്വർഗത്തിൽ വെച്ച് കണ്ടു. അതറിയിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അത് പിന്നെ പ്രത്യേകം പറയട്ടല്ലോ നാരദ മഹർഷി. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊണ്ട് കൊളുത്തേണ്ടടുത്ത് കൊളുത്തി കൊടുത്ത് മനസമാധാനത്തെ ഒരു വഴിക്കാക്കി തരിക അങ്ങയുടെ ഒരു വലിയൊരു സംഭവമാണല്ലോ. കർമ്മം പിഴച്ചതിനാൽ ഗതിയില്ലാതായ നിന്റെ പിതാവ് രാവിലെ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു ഈ കർമ്മം ദേവി ഭാഗവത്തിൽ ആ ഭാഗം വായിക്കുമ്പോൾ ആ വരി വായിക്കുമ്പോൾ നമ്മളൊന്ന് നിൽക്കും. നാരദരുടെ അടുത്ത് എന്തിനുള്ള പുറപ്പാടാണ്? കർമ്മം പിഴച്ചതിനാൽ ഗതിയില്ലാതായ നിന്റെ പിതാവ് ഒരു കുത്തുവർത്തവരമുണ്ട്. അതിനർത്ഥം എന്താ? നിന്റെ അച്ഛൻ്റെ കർമ്മവും പിഴച്ചു, നിന്റെ അച്ഛന് ഗതിയുമില്ല. എന്നിട്ടാണ് അടുത്തത് പറയുന്നത്, ദിവ്യരൂപം ധരിച്ച് അപ്സരസുകളുടെ സ്തുതിഗീതങ്ങൾ. അടുത്തത് അപ്സരസുകളുടെ സ്തുതിഗീതങ്ങൾ ശ്രവിച്ചുകൊണ്ട് വിമാനത്തിലേറി മണിദ്വീപത്തിൽ ചെന്നിരിക്കുന്നു എന്ന് ജനമേജയൻ യജ്ഞം നടത്തി. യജ്ഞത്തിൻ്റെ അനന്തരഫലമായിട്ട് നാരദ മഹർഷി വന്ന് ജനമേജയനോട് പറയുന്നു, അല്ലയോ ജനമേജയ, നിന്റെ അച്ഛൻ ഗതിയില്ലാതെ കർമ്മം പിഴച്ചതിനാൽ സ്വർഗം നിഷേധിക്കപ്പെട്ട നിന്റെ അച്ഛന് എന്ത് കിട്ടി? സ്വർഗം മണിദ്വീപത്തിൽ അണഞ്ഞിരിക്കുന്നു. അപ്സരസുന്ദരിമാരോടൊത്ത് ചേർന്ന് മണിദ്വീപം അണഞ്ഞിരിക്കും. നീ നടത്തിയ മഹായജ്ഞത്തിലും ദേവീ ഭാഗവത പാരായണത്തിലും സന്തുഷ്ടയായ ദേവി അനുഗ്രഹിച്ച് നിന്റെ പിതാവിനെ അവിടെ എത്തിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെ എത്ര അപ്പൂപ്പനും അമ്മൂമ്മയും സ്വർഗത്തിൽ ചെന്ന് ഇടിച്ചു കയറി എന്ന് ദൈവത്തിനറിയാം. അവരെ കയ്യിലിരിപ്പ് കൊണ്ടല്ല. അയ്യോ, അവരുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിൽ അടുത്ത ഒരു 16 കൊല്ലം അങ്ങോട്ട് കയറ്റത്തില്ല. പിന്നെ ഈ ആരോ പറയുന്നത് പോലെ പിൻതലമുറ ദേവീ ഭാഗവത യജ്ഞം നടത്തുകയും ദേവീ ഭാഗവതം ശ്രവിക്കുകയും മണിദ്വീപത്തെ അനുഭവിക്കുകയും ചെയ്തതുകൊണ്ട് ഇന്നലെ ഓമന കുഞ്ഞമ്മ അങ്ങ് സ്വർഗത്തിൽ കയറിയിട്ടുണ്ടായിരിക്കും. ഇനി ഭഗവതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇല്ലേ? അപ്പോൾ ഇവിടെ അതെന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാസൻ ജനമേജയനോട് ഉപദേശിക്കുന്നു. മണിദ്വീപം എല്ലാം പറഞ്ഞു കൊടുത്തു ജനമേജയന്. എന്നിട്ട് പറഞ്ഞു, നീ കാര്യം ചെയ്യ്, നീ വീട്ടിൽ ഒരു ദേവി യജ്ഞം നടത്തൂ, തൻ്റെ കൊട്ടാരത്തിലൊരു യജ്ഞം നടത്തൂ, അതുകൊണ്ട് പിതൃക്കൾക്ക് മുക്തി ഉണ്ടായി വരും. യജ്ഞം നടത്തി. BBC ന്യൂസ് പിടിക്കാനായിട്ട് നാരദർ അവിടെ മുകളിലുണ്ടായിരുന്നു. നോക്കിയപ്പോഴേക്കും 5-6 പെണ്ണുങ്ങളുടെ കൂടെ ദാ പോണു ജനമേജയൻ്റെ അച്ഛൻ. ഓടി വന്നു, ഇങ്ങോട്ട് വന്നു കൊടുക്കടാ, നിന്റെ അച്ഛൻ ദാ പോണു. 5-6 സുന്ദരികളായ സ്ത്രീകളുമുണ്ട്. ഓ, പക്ഷെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഇപ്രാവശ്യം നിന്റെ അച്ഛൻ പോയത് സ്വർഗത്തിലേക്കാണ്, ദേവിയുടെ അടുത്തേക്കാണ്, മണിദ്വീപത്തിലേക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സുതര് പറഞ്ഞു നാരദന്റെ അമൃതതുല്യമായ വാക്കുകൾ. കാരണം ഇദ്ദേഹത്തിനെ ഒരു ഗതിക്കാക്കാൻ, ജനമേജയന്റെ അച്ഛന്റെ പേര് എന്തോ? അയ്യോ, ജനമേജയന്റെ അച്ഛന്റെ പേര് വേദവ്യ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇമ്പോസിഷൻ ഇരിക്കും. ജനമേജയന്റെ അച്ഛൻ പരീക്ഷിത്ത് മിടുക്കി, ഇല്ലേ? ജനമേജയന്റെ അച്ഛൻ ഇല്ലേ? ആണോ? പരീക്ഷിത്താണോ? ശരി. അതുകൊണ്ടാണ് അധ്യായത്തിന് പരീക്ഷിത് ഉദ്ധരണം എന്ന് പേരിട്ടേക്കുന്നത്. പരീക്ഷത്തിന് സ്വർഗലോക പ്രാപ്തി കിട്ടിയതുകൊണ്ട്. അപ്പോൾ ജനമേജയൻ ഭക്തിപൂർവം വ്യാസ മഹർഷിയെ നമസ്കരിച്ച് ഗദ്ഗതത്തോടെ പറഞ്ഞു, അച്ഛന് സ്വർഗപ്രാപ്തി കിട്ടിയല്ലോ. മകൻ പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണിത് സിദ്ധിച്ചത്. പാദനമസ്കാരമല്ലാതെ എന്തു ചെയ്താലും അധികമല്ല, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഇത് കേട്ട് വ്യാസം പറഞ്ഞു,
ദേവീ ഭാഗവതം വായിക്കുകയും യജ്ഞം നടത്തുകയും ചെയ്താൽ, അതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ ആളുകൾ ഓടിപ്പിടിച്ച് എന്ത് ചെയ്യുന്നത്? യജ്ഞത്തെ നടത്തുന്നത്. അത് വീടെന്നില്ല, കുടുംബക്ഷേത്രങ്ങളെന്നില്ല, മഹാക്ഷേത്രങ്ങളെന്നില്ല. കാരണം ഈ കലിയുഗത്തിൽ സർവ പാപത്തെയും നശിപ്പിക്കാൻ ഈ ദേവി ഭാഗവത നവാഹ യജ്ഞത്തെ കൊണ്ട് കഴിയും. യജ്ഞം എന്നുള്ള വാക്ക് പ്രത്യേകം മനസ്സിലാക്കണം. നാമജപം, പൂജ, ഹോമം, ദാനം, യഥാവിധി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് യജ്ഞം. ഇല്ലെങ്കിൽ പേരിലേ കാണൂ, ബാക്കിയൊക്കെ സ്വാഹ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. അപ്പോൾ പരീക്ഷത്തിന്റെ ഉദ്ധരണം എന്ന് പറയുന്ന ഭാഗം അങ്ങനെയാണ്. ഇത്രയും പറഞ്ഞ് ദേവീ പുരാണത്തിന്റെ 16 പോലും എന്നിട്ട് പറയുന്നു, ദേവീ ഭാഗവതം യജ്ഞം നടത്തിയാൽ ഭവസാഗരത്തെ തരണം ചെയ്യാനും പിതൃകൾക്ക് മുക്തിയും ലഭിക്കും. മറ്റു പുരാണങ്ങളിൽ തന്നെ ദേവീ പുരാണത്തിന്റെ മറ്റു പുരാണങ്ങളൊന്നും ദേവീ പുരാണത്തിന്റെ 16 പോലും ആവില്ല. കാരണം 16 വയസ്സ് ഷോഡശാംശം ഭഗവതി, 16 പോലും ആകില്ല. ഇത് മൂലപ്രകൃതിയുടെ ചരിതം. പുരായണ പാരായണം വേദം ജപിക്കുന്നതിന് തുല്യം. ഇത്രയും പറഞ്ഞ് ധൗമ്യാദികൾ മുനിമാരോടൊത്ത് ധൗമ്യാദി മുനിമാരെ വ്യാസം വിളിച്ചു, വരൂ ഇനി നമുക്ക് പോകാം. ധൗമ്യാദികളോടൊത്ത് വേദവ്യാസൻ തിരിച്ചുപോയി. ദേവീ ഭാഗവതം പാരായണം ചെയ്തും കേട്ടും പരമഭക്തിയോടെ ജനമേജയൻ രാജകാര്യങ്ങളിലും മുഴുകി. അപ്പോൾ വേദവ്യാസൻ എഴുന്നേൽക്കും. ഇതിത്രയും പറഞ്ഞുകൊടുത്ത് വേദവ്യാസൻ വ്യാസപീഠത്തിൽ നിന്ന് എഴുന്നേക്കും. വ്യാസപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് ക്ഷിത്ത് സുന്ദരികളായ അപ്സര സ്ത്രീകളുമായിട്ട് ഒന്നാം നാളുല്ലാസയാത്ര പോയപ്പോൾ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്നു. മണിദ്വീപത്തിലേക്ക് നോക്കും. നാരദർ ഇവിടെ നിന്ന് നോക്കി, എങ്ങോട്ട് പോകുന്നത്? ആഹാ, അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ, താഴേന്ന് ഇറക്കി വിട്ടല്ലോ, ഭാര്യ മക്കളൊന്നും ഇല്ലല്ലോ, ഇപ്പൊ ഇവിടെയാണല്ലോ. ഓ ശരി, അപ്സരസ്സുകളെയും കൊണ്ട് എങ്ങോട്ട് പോകുന്നു നാരദരെ നോക്കിയപ്പോഴേക്കും കുഴപ്പമില്ല, വടക്ക് കിഴക്കേ കോണിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കിട്ടിയ പാതി കിട്ടാത്ത പാതി ഓടി വന്നു ഇങ്ങോട്ട്. ജനമേജയന്റെ കൊട്ടാരത്തിൽ ഓടി വന്നു പറഞ്ഞുവിട്ടാ, ഓടി വാ, ഒരു വിശേഷം പറയാനുണ്ട്. എന്തോ? നിന്റെ അച്ഛൻ ഗതി കിട്ടാതെ, ആദ്യം പറയുന്ന ആ 2 വാചകമാണ്. ഗതി കിട്ടാതെ കർമ്മം പിഴച്ച് നിന്റെ അച്ഛൻ കുറെ സുന്ദരികളായ സ്ത്രീകളെയും കൊണ്ട് സ്ത്രീകളെയും കൊണ്ട് ദേവീ വിധാനം അണഞ്ഞു. അപ്പോഴാണ് ജനമേജയനൊരു ആശ്വാസവും. അയ്യോ, ഇനി ഇവിടെ നിന്ന് പോയി ഇനി അവിടെയും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളായോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ജനമേജയന് എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷത്തിന്റെ സ്വർഗലോക പ്രാപ്തി എന്ന് പറയുന്ന ഭാഗം കൂടി ആകുമ്പോഴേക്കും പിന്നെ അതിൻ്റെ അവസാന അധ്യായം, ഇനി ബാക്കിയുള്ളത് വായിക്കാനുള്ള ഭാഗമേ ഉള്ളൂ. അവസാന അധ്യായത്തിന്റെ സമ്മറി കൂടെ പറഞ്ഞുതരാം. 14-ാം അധ്യായം പുരാണ ഫലദർശനം എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. ഇതിനകത്ത് ജനമേജയൻ യജ്ഞം നടത്തിച്ചത് ധൗമ്യാദികളെ കൊണ്ടാണ്, ധൗമ്യൻ മഹർഷിയെ കൊണ്ടാണ് ചെയ്യിച്ചത്. അത് മറന്നു, വെറുതെ എഴുതി വെക്കണം. സുതൻ ചോദിച്ചു, ശ്രീഹരി പണ്ട് ആലിലയിൽ ഒരു ശിശുവായിരിക്കും നേരം ഞാൻ താൻ ഇതെല്ലാം മറ്റൊന്നില്ല നൂനം സനാതനം എന്ന ഉത്തമമാം അർത്ഥശ്ലോകം തന്നെ ദേവീ ഭാഗവതമായി 100 കോടി ശ്ലോകങ്ങളിലായി എത്രയേ ബ്രഹ്മദേവൻ രചിച്ചതും. 14-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ, അതായത് ദേവീ ഭാഗവതത്തിന്റെ അവസാന അധ്യായത്തിൽ പറയുന്നത്, പണ്ട് ഞാൻ കൈകാലിട്ടടിച്ച് ശിശുവായി വടപത്രശായിയായി പാൽക്കടലിൽ കിടന്ന് കൈകാലിട്ട് കളിച്ചപ്പോ എന്നെ പാരാട്ടി പാലൂട്ടി വളർത്തിയ തായും നീ താനല്ലോ എന്ന് പറഞ്ഞ ശ്ലോകത്തിന്റെ വിസ്താരമാണ് ബാക്കിയുള്ള ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാണ് ആ അധ്യായം തുടങ്ങുന്നത്. അത് തന്നെ 18,000 ശ്ലോകങ്ങൾ 12 സ്കന്ധങ്ങളിലായി തന്റെ പുത്രനെ പഠിപ്പിക്കാനായി വ്യാസമുനി, തന്റെ പുത്രൻ വ്യാസന്റെ പുത്രൻ വ്യാസന്റെ പുത്രൻ വ്യാസപുത്രൻ ശ്രീശുക ബ്രഹ്മർഷി ഇല്ലേ? ശരി,
അതെങ്ങാനും തെറ്റിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ തോക്കും കൊണ്ട് വന്നേനെ. 9-ാം ദിവസം വ്യാസന്റെ പുത്രനാര്? ശ്രീശുകനാണോ? ആണോ അല്ലേ? ആണ്. ശരി, സന്തോഷം. ആണ്, അതിന് സംശയമില്ല, വ്യാസപുത്രൻ തന്നെയാണ്. എന്നാൽ ജനമേജയനാര്? ദാ കിടക്കുന്നു. സാറ് വീണ്ടും പരീക്ഷത്തിന്റെ ആർക്ക് മോക്ഷം കിട്ടിയെന്നാണ് പരീക്ഷിത് ഉദാഹരണത്തിൽ പറയുന്നത്? അച്ഛന് മോക്ഷം കിട്ടിയെന്നല്ലേ? അപ്പോൾ പരീക്ഷത്തിന്റെ മകൻ. അത് ദേവി ഭാഗവതത്തിൽ എഴുതി വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരൂലേ. ഇല്ലെങ്കിൽ ഞാനന്ന് അനിരുദ്ധനെയും അഭിമന്യുവിനെയും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് എഴുതി വെക്കണം, ഇല്ലെങ്കിൽ അനിരുദ്ധനും അഭിമന്യുവും തമ്മിൽ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞതുപോലെ വ്യാസൻ, വ്യാസപുത്രൻ, പരീക്ഷിത്ത്, ജനമേജയൻ, ഈ ഒരു ചങ്ങല എഴുതി വെക്കണം. ഭാഗവതം, കൃഷ്ണഭാഗവതം ഉപദേശിച്ചത് ആരാർക്ക് ഉപദേശിച്ചു? പരീക്ഷിത്ത് ശ്രീ ശുകബ്രഹ്മർഷിക്ക്. ദേവി ഭാഗവതം വ്യാസഭഗവാൻ ജനമേജയന്. അത് രണ്ടും അടിസ്ഥാനമായിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ദേവി ഭാഗവതം ഉപദേശിച്ചത് വ്യാസഭഗവാൻ ജനമേജയന്, ഭാഗവതം ഉപദേശിച്ചത് ആരാർക്ക് ഉപദേശിച്ചു? ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന്. സിമ്പിൾ. അത് എഴുതി വയ്ക്കണം. അത് എഴുതി വച്ചിട്ട് കഥ കേൾക്കാതിരിക്കുമ്പോൾ അവസാനത്തെ അധ്യായത്തിനാണ് പറയുന്നത്. എന്നിട്ട് 18,000 ശ്ലോകങ്ങൾ ദേവി ഭാഗവതം സ്വർഗത്തിൽ, ബ്രഹ്മവിരചിതമായ ദേവി ഭാഗവതം ഇന്നും സ്വർഗത്തിൽ തന്നെയാണെന്നും പുണ്യദായകവും പാപനാശകരവുമായ ഇതിന് തുല്യമായി മറ്റൊന്നില്ലെന്നും ഓരോ വാക്കും അശ്വമേധയാഗത്തിന് തുല്യമാണ്. ഓരോ വാക്കും അർത്ഥമറിഞ്ഞ് ജപിക്കുന്നത്. അതുകൊണ്ടാണ് ജപിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ അശ്വമേധം ചെയ്ത ഫലം വരും. ഇനി ഇത് പാരായണം ചെയ്യുന്ന പൗരാണികനെ വ്യാസനായി കണ്ട് ആദരിക്കാം. ആചാര്യന് കന്നിമാസത്തിലെ പൗർണമി നാൾ ഈ ഗ്രന്ഥത്തെ അതുകൊണ്ടാണ് ഈ ദേവി ഭാഗവതം നമ്മൾ പലപ്പോഴും ദാനമായി നൽകുന്നതിൻ്റെ കാര്യം. അറിയുന്നവര് കന്നിമാസം തന്നെ എടുക്കും. കന്നിമാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ദേവി ഭാഗവതം ദാനമായി ഗുരുവിന് സമർപ്പിക്കപ്പെടുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി ജന്മങ്ങളിലെ പാപം നശിപ്പിക്കാൻ ഒരു ദേവി ഭാഗവതത്തിന്റെ ഗ്രന്ഥത്തിന്റെ സമർപ്പണം കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും മറ്റു പലതിനും കാശില്ല, മറ്റു പലതിനും അവസ്ഥയില്ല, സാഹചര്യം, ഓരോരുത്തർക്കും ഓരോ അവസ്ഥയില്ലേ. നമുക്ക് ആരെയും കുറ്റം പറയാമോ? ഓരോരുത്തർ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കന്നിമാസത്തിലെ പൗർണമിയിൽ ആ ഭാഗം വരച്ചു വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു ജാതകത്തിലൊരു ദോഷമോ അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു എന്നൊക്കെ തോന്നുമ്പോൾ പൂർണ്ണ സങ്കല്പത്തോടുകൂടി ഇത് പ്രതിവിധിയാക്കാം. പൗർണമി നാൾ ഗ്രന്ഥത്തെ ഒരാസനത്തിൽ പറയും. പണ്ട് സ്വർണസിംഹാസനത്തിൽ എന്ന് പറയും. ദേവി ഭാഗവതം പറയുന്നത് സ്വർണസിംഹാസനത്തിൽ എന്നാണ്. ആസനത്തിൽ വെച്ച് ദക്ഷിണാന്യുതം എന്ന് പറഞ്ഞാൽ ദക്ഷിണാദേവിയെ സങ്കല്പിച്ച്, ദക്ഷിണാ ഭഗവതിയെ സങ്കല്പിച്ച്, പൈനിയും സുരഭിയെയും ഇറക്കുന്ന പശുവിനെ 12 വീതം അർഹരായവർക്കും ഈ അർഹരായവരെന്ന് പറയുന്നതിൽ പടുക്കൾ കാണും, ബുദ്ധിമാന്മാര് കാണും. അങ്ങനെയുള്ള പലർക്കും അന്നദാനത്തോടൊപ്പം, മൃഷ്ടാന്ന ഭോജനത്തിനോടൊപ്പം വസ്ത്രത്തെ ദാനം ചെയ്ത് പൂജിച്ചാൽ ദേവി ഭാഗവതം പറയുന്നത് കടൽ തൊട്ട് കടൽ വരെ എന്നാണ്. ആ ഭാഗം എടുത്തങ്ങ് വായിച്ചാൽ മനസ്സിലാവും. കടൽ തൊട്ട് കടൽ വരെയുള്ള സർവ്വദാനങ്ങളിലും ഉത്തമമായി വരും. പുത്രലാഭം, വിദ്യാഭിവൃദ്ധി, ധനാഭിവൃദ്ധി, സർവൈശ്വര്യവും സത്സന്താന ഭാഗ്യങ്ങളില്ലാത്ത ദോഷം പോലും ശ്രീശുകൻ ദോഷം പോലും തീരുമെന്നും ഈ ഗ്രന്ഥത്തെ വിധിയാമണ്ണം പൂജിക്കുന്ന ഗൃഹങ്ങളിൽ ഭൂത, പ്രേത, പിശാച്, മാരണാദികൾ
അടുക്കില്ല എന്നും ഭഗവതി പറയുന്നു. ഇത് പൂജിക്കുന്ന ഗൃഹങ്ങളിലാണേ, കൊണ്ട് തട്ടിന്റെ മുകളിൽ എറിഞ്ഞ് ചെലന്തി വല കെട്ടുന്ന ഇടങ്ങളിലല്ല. ഗ്രന്ഥത്തെ ഭഗവതിയായി കണ്ട് ഹരേ കൃഷ്ണ പൂജിക്കുന്ന ഇടങ്ങളിൽ. ഇപ്രാവശ്യം കണ്ണൻ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അല്ലേ? ഒന്നാം ദിവസം തൊട്ട് ഇല്ലേ? നിനക്ക് പ്രത്യേകിച്ചൊരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് ഇല്ലേ? 9 ദിവസവും വന്നല്ലോ, സന്തോഷം. അപ്പോ അടുക്കില്ല. ലക്ഷ്മിയും സരസ്വതിയും അവിടെ സ്ഥിരമായി വസിക്കും. ജ്വരം തുടങ്ങിയ ഭഗവതി മഹാമാശ്വര്യകാരിണി, ജ്വരം തുടങ്ങിയ രോഗങ്ങൾ നശിക്കും. ഹരേ കൃഷ്ണ. ഭഗവതി മഹാമായ സരസ്വതി കടാക്ഷം ഉണ്ടാവട്ടെ ഇല്ലേ? റിസൾട്ട് വരുമ്പം പറയണം, വിളിക്കണം. ഹരേ കൃഷ്ണ. സരസ്വതി കടാക്ഷം ഉണ്ടാവട്ടെ. അപ്പോ ജ്വരം തുടങ്ങിയ രോഗങ്ങൾ നശിക്കും. പിന്നെ സന്ധ്യാവന്ദനത്തിന് ശേഷം, ഏത് സന്ധ്യ, സന്ധ്യാവന്ദനത്തിന് ശേഷം ഒരധ്യായമെങ്കിലും വായിക്കുന്നവൻ ജ്ഞാനിയായി വരും. ശുഭകാര്യത്തെ ചിന്തിക്കുവാൻ, ശകുനം നോക്കാനും ഈ ഗ്രന്ഥത്തെ ഉപയോഗിക്കാം. ഭൂമി പൂജയ്ക്കൊക്കെ വരുമ്പോൾ ഗ്രന്ഥം തുറക്കുക എന്ന് പറയുന്നത് ഈ ഭാഗത്ത് പറയുന്നത് കൊണ്ടാണ് ഗ്രന്ഥം തുറക്കുന്നത്. നവരാത്രി കാലത്തെ ദേവീമഖം സർവഫലത്തെയും നൽകും. നവരാത്രി കാലം എന്തുകൊണ്ട്? നവരാത്രി 4 നവരാത്രി ഉണ്ട് കേട്ടോ. 4 നവരാത്രികളെ കുറിച്ച് ദേവി ഭാഗവതത്തില് ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം. ശൈവ വൈഷ്ണവ സൗര ഗണപതി ആരാധകർ 4 നവരാത്രികളിലും പാരായണം ചെയ്താൽ, 4 നവരാത്രികളിലും പാരായണം ചെയ്താൽ ഇഷ്ടദേവതാ പ്രീതിയും വന്നു ഭവിച്ചിടും. ദേവി തന്നെ അനുഗ്രഹവും വരും. പുരാണം ഏത് ദേവതയെ ഉപാസിക്കുന്നവർക്കും സർവസ്വീകാര്യം. സർവദേവത ചൈതന്യമുണ്ടാം ശക്തിയോടൊത്തു ചേരുന്ന നേരം മഹാപുണ്യം നൽകും. പുരാണം പാരായണം ചെയ്താലും കേട്ടാലും വേദപാരായണത്തിനും സമമായി വരും. ഹ്രീങ്കാരമന്ത്രരൂപിണി ഗായത്രി മന്ത്രത്തിൽ പ്രതിപാദ്യയായി സകലർക്കും ബുദ്ധി തെളിയിച്ചു കൊടുക്കുന്ന സച്ചിദാനന്ദ സ്വരൂപിണിയാം ഭഗവതിയെ വണങ്ങിക്കൊണ്ട് ഹ്രീംകാരൂപിണിയാം. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ അവിടെ വായിച്ചാൽ പറയുന്ന എല്ലാ വാക്കുകളും അവിടെയുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് കുറച്ചുകൂടെ ലൈറ്ററാക്കി പറയുന്നേ ഉള്ളൂ. 2 പേരിരുന്നാൽ അത്രയും. ഹ്രീംകാരൂപിണിയാം, ഹ്രീംകാരൂപിണി ഗായത്രി മന്ത്രത്തിൻ പ്രതിപാദ്യ സർവർക്കും ധീ തെളിക്കും സച്ചിദാനന്ദരൂപിണി ഭഗവതിയെ കൈവണങ്ങുന്നേൻ. സുതൻ പറഞ്ഞു നിർത്തിയപ്പോൾ നൈമിഷാരണ്യത്തിലെ മുനിവൃന്ദം സുതനെ ഭക്തിപൂർവം പൂജിച്ച് സന്തുഷ്ടരായി ദേവി പാദാരവിന്ദത്തിൽ അർച്ചന ചെയ്തിടിനാൻ. ഇവിടെ നിന്ന് ചടങ്ങുകൾ അവസാനിക്കാൻ നേരത്ത് അഷ്ടദല പത്മത്തിൽ ആവാഹിച്ചിരിക്കുന്ന ഭഗവതിക്ക് ഇരിക്കുന്ന എല്ലാവർക്കും, ദേവി ഭാഗവതത്തിന്റെ ക്രമം പറയുന്നത് അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ആ ഭഗവതിയെ നമസ്കരിക്കാനൊരു അവസരം ഭഗവതി തരട്ടെ. പരമാനന്ദത്തിൽ മുഴുകി സംസാരസാഗരം തരണം ചെയ്യുന്ന ഒരു തോണിയായി തീർന്നങ്ങ് പ്രസാദിക്കണമെന്ന് പറഞ്ഞ അത് എക്സോർ വൈ ആരും ആയിക്കോട്ടെ, അവിടെ ആചാര്യനെന്നോ പൗരാണി അങ്ങനെ വ്യത്യാസമില്ല. ആരും ആയിക്കോട്ടെ, ആരിൽ നിന്ന് ഗ്രഹിച്ചോ ആ ജ്ഞാനത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. അല്ലാതെ നമ്മൾ ഒരാളെയും നമസ്കരിക്കുന്നില്ല ഇല്ലേ? ആരെങ്കിലും ഒരാളെ നമസ്കരിക്കുന്നു എന്നാണ് ആ വ്യക്തിയല്ലല്ലോ നമസ്കരിക്കുന്നത്. ആ വ്യക്തിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാളിലുള്ള ജ്ഞാനത്തിനെയാണ് നമസ്കരിക്കുന്നത്. നമ്മൾ നമ്മുടെ അധ്യാപകരെ നമസ്കരിക്കുമ്പോൾ അധ്യാപകരെ എന്ന് പറയുന്ന ശരീരത്തെ അല്ല നമസ്കരിക്കുന്നത്. ആത്മാവിനിരിക്കാൻ ഒരു കൂട് വേണമെന്ന് പറഞ്ഞ പോലെ ആ ജ്ഞാനത്തിനിരിക്കാൻ ഒരു ശരീരം വേണം. അതെന്നും കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. ഒരു ദിവസം കഴിഞ്ഞു. ദീപാവലിയാണോ സാറേ? ഓ, ദീപാവലിയൊന്നും അല്ല. പ്രാണൻ അങ്ങോട്ട് പോയതാ. 5 പ്രാണനും കൂടി അങ്ങോട്ട് പ്രാണായ സ്വാഹ പാനായ സ്വാഹ, പ്രാണനപാനൻ
ഉദാനൻ സമാനൻ വ്യാനൻ, ഇല്ലേ? നിവേദ്യം കൊണ്ട് കയ്യിൽ വെച്ചിട്ട്, നിവേദ്യം കയ്യിലെടുത്ത് വെച്ചിട്ട് ഇന്നാ ഭഗവതി കഴിച്ചോ എന്നല്ല പറയുന്നത്. പഞ്ചപ്രാണങ്ങളിലേക്കും പ്രാണായ സ്വാഹ പാനായ സ്വാഹ. അപാനം കഴിഞ്ഞാൽ ഉദാനായ സ്വാഹ, അത് കഴിഞ്ഞാൽ വ്യാനൻ സമാനൻ. ഓർഡർ തെറ്റിയാലും കുഴപ്പമില്ല, പഠിച്ചാൽ മതി, ഇല്ലേ? പഞ്ചപ്രാണങ്ങളിലേക്കുമാണ് നമ്മൾ നിവേദ്യത്തെ. അല്ലാതെ തിരുമേനിക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടല്ല താം തീം തോം എന്ന് കൈമുദ്രകൾ കാണിക്കുന്നതല്ലേ. പ്രാണായ സ്വഹ പാനായ സ്വഹ, പ്രാണനപാനൻ ഉദാനായ സ്വഹ, ഉദാനം കഴിഞ്ഞ വ്യാനായ സ്വഹ സമാനായ സ്വഹ, ഇല്ലേ? നമ്മൾ വിചാരിക്കും തിരുമേനി എന്തോ കാണിക്കുന്നു. അയ്യോ, എന്തോ കാണിക്കുന്നതല്ല. ഈ പഞ്ചപ്രാണങ്ങൾക്കും പ്രാണായ പാനായ ഉദാനായ വ്യാനായ സമാന സ്വാഹ, ഇതിനെല്ലാം പുറമെ നമ്മളിൽ ഊർധ്വൻ എന്ന് പറയുന്ന ഒരു പ്രാണനെ കുറിച്ചും പറയുന്നു. പണ്ടുള്ള ആളുകൾ ചോദിക്കും ഊർധ്വം പോയോ എന്ന് ചോദിച്ചാ ഇത്രയേ ഉള്ളൂ ശബ്ദം. പക്ഷെ ഇത്രയും കേൾക്കുന്നതിന് മുമ്പ് കർമ്മദോഷം ഉണ്ടെങ്കിൽ 2-3 ഫുട്ബോളൊക്കെ നമ്മൾ കളിക്കും. മൂത്ത മരുമോള് ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തോട്ട് ഇടും, അപ്പുറത്ത് നിന്ന് രണ്ടാമത് ടിഷ്യൂയിങ് ഇപ്പുറത്തെ കോട്ടിലോട്ട് ടക്ക് ടക്ക് കാലുകൊണ്ട് ഒരു സ്മാഷ്, ഒരു വിറ്റ്, എന്തൊക്കെ കാണണം. ഒരു പായിൽ നിന്ന് അടുത്ത പായിലേക്ക്, അടുത്ത പായിൽ നിന്ന് അതിൻ്റെ അടുത്ത പായിലേക്ക്, ഇങ്ങനെ ഉരുണ്ടും നിരങ്ങി നീങ്ങി, ഇല്ലേ? ഓഹോ കിടക്കുവാണോ ടിഷ്യൂ, ഓ രാവിലെ ചായ കുടിച്ചു വേറെ കുഴപ്പമൊന്നും ടീ ഇതാ കിടക്കുന്നു, ഒരു ചവിട്ട്, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ടൊരു ചവിട്ട്. പിന്നെ കട്ടിൽ മാറ്റി, കിടപ്പ് രോഗി വലതുമായി കട്ടിൽ മാറ്റി കിടത്താനാണെങ്കിൽ ഇങ്ങനെ ടപ്പേന്നെടുക്കും, കൊണ്ടങ്ങ് ഇടും. പണ്ട് ശിവന്റെ പിനാകം മോളിൽ നിന്ന് വീണതുപോലെ ഒരു വീഴ്ച. ഓ, ആയുസിന് ബലമുണ്ടെങ്കിൽ അപ്പുറത്തെ കട്ടിലിൽ കയറി കിടക്കാം, ഇല്ലെങ്കിൽ തീർന്നു മോളെ തീർന്നു, ഇല്ലേ? എന്ന് അപ്പൊ അതിനൊന്നുമുള്ള ഗതിയില്ല. ഗതി വരാതെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബോധത്തോടെ ഐശ്വര്യത്തോടെ ഇരിക്കുമ്പോൾ ഈ പ്രാണനെ അങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള, അല്ലാതെ പ്രാണൻ പോണൂന്ന് കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കാലമായി എന്ന് കേൾക്കുമ്പോൾ അയ്യോ എൻ്റെ ശിവനെ ഇനി ഒരു 96 കൊല്ലം കൂടെ വേണേ, എൻ്റെ പച്ചക്കല്ല് വള ഇതുവരെ പണയം എടുത്തില്ലേ, മുത്തൂറ്റി ഇരിക്കുവാണേ, ഇനി അതും കൂടെ എടുത്തിട്ടിട്ട് വേണം എൻ്റെ പ്രാണം പോവാനേ. ഓ, എൻ്റെ റേഷൻ കാർഡ് അവൻ വാങ്ങിച്ചോണ്ട് പോയി, അയ്യോ ഈ വർഷം ഇപ്രാവശ്യത്തെ എന്തോ അവിടെ ബസ്മതി അരി കൊടുക്കൂലല്ലോ, അവിടെ കൊടുക്കുന്ന എന്തോ ഏത് അരിയാണെങ്കിലും അരി വാങ്ങിച്ചില്ലേ എന്ന് പറഞ്ഞിരിക്കാതെ ഒരു 10-88 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ, ഒരു 90 വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ട് നമ്മൾ അതിനെ പ്രാപിക്കാനുള്ള പക്വത നമ്മൾ കാണിക്കണം. ഇവിടെ നമ്മൾ എന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടാത്തൊന്നും ഇവിടെയും ഇനി പോകത്തില്ല, ഈ കസേരയും കൊണ്ടേ പോകത്തുള്ളൂ. നമ്മുടെ ഇരിപ്പൊക്കെ എങ്ങനെയാ? അരിപ്പട്ടിയുടെ താക്കോൽ അപ്പോഴും കാണാം, കൊടുക്കത്തില്ല. മോളല്ല, അതിനപ്പുറം വന്നാലും അതൊക്കെ ചാടി കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞ പോലെ. അതൊക്കെ ഇറുക്കി പിടിച്ച് മോക്കുമില്ല മരുമോനുമില്ല, 5-6 കീറുകയും ചെയ്തു. അങ്ങനെ ആവാതെ ശരീരത്തിനെ സ്വസ്ഥമായി ധ്യാനം യോഗം തുടങ്ങിയവയൊക്കെ കൊണ്ട് യോഗയാവാം എന്ന് പറഞ്ഞ് നാളെ രാവിലെ എണീറ്റ് തല കുത്തനെ നിന്നാൽ എൻ്റെ പൊന്നമ്മച്ചി കായും കാലും ഒടിഞ്ഞ് പലയിടത്തും കിടക്കും. അവനവന് പറ്റുന്നത്, ഇല്ലേ? പ്രാണായാമം. ഓ, സാറ് പറഞ്ഞു എൻ്റെ പൊന്നു മോനെ നാളെ തൊട്ട് അർത്ഥപത്മാസനം. അമ്മമ്മ ഒരു ഇരിപ്പിരിക്കും, പിന്നെ ആ ഇരിപ്പിൽ അങ്ങ് സമാധിയാക്കേണ്ടി വരും. എന്തോ ബ്രഹ്മകലശമായി, ഇല്ലേ? പിള്ളേർ ചോദിക്കും എന്തുവായി അമ്മമ്മ കാണിക്കുന്നേ? ഒന്നുമില്ല, പ്രാണൻ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് വലിച്ചു നീട്ടാൻ നീയൊക്കെ ഒരു ഗതി ആവുന്നത് കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. രാവിലെ അർത്ഥപത്മാസനം. ഓ ശരി. കുറച്ച് കഴിയുമ്പോൾ അനക്കമൊന്നുമില്ല, കാല് താഴോട്ട് വരുന്നില്ലടി, ഡോക്ടറെ ഏറ്റവും വിളി, പത്മാസനത്തിലിരിക്കാൻ അങ്ങോട്ട് ഞാൻ മുകളിലോട്ട് കയറ്റിയതാ. ഓ, അങ്ങേര് വന്ന് എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ ആയുസ് 10 കൊല്ലം കൂടെ എന്നല്ല ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഒരു മയത്തിനൊക്കെ ഈ ആക്രാന്തം പാടില്ല. 90 കൊല്ലം കൂടെ ഇനി ഇരിക്കാം എന്ന് പറഞ്ഞിട്ടല്ല.
അവനവന് പറ്റുന്നത് പോലെ തലകുത്തിയൊക്കെ നിൽക്കും. ഈ കുത്തി നിൽക്കുന്നതേ നമ്മൾ കാണുള്ളൂ. ഇതിനെ എങ്ങനെ താഴോട്ടിറക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നീ എന്താ തല തിരിഞ്ഞ് നടക്കുന്നേ? നീ കാല് മുകളിൽ വെച്ചാണോ? അയ്യോ അമ്മേ, കാല് ഞങ്ങളല്ല മുകളിൽ വെച്ച, അമ്മ തല കുത്തരി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. അതുകൊണ്ട് പണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമയിൽ പിള്ളേർ ചവരി കൂടെ നടന്നതുപോലെ അമ്മമ്മയ്ക്ക് തോന്നും പിള്ളേരൊക്കെ ചവരി കൂടെ നടക്കുന്നു. ചവരി കൂടെ നടക്കുന്നതല്ല, ആയുസ് കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞ് യോഗയും പ്രാണായാമവും ഒക്കെ ചെയ്യുമ്പോൾ, പിന്നെ പ്രാണായാമം ചെയ്യുമ്പോൾ അങ്ങറ്റം 90-99 വയസ്സൊക്കെ ആയിരുന്നിട്ട് ശ്വാസം വലിച്ചെടുക്കാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞ് വലിച്ചെടുത്താൽ ആ വഴിക്ക് അങ്ങ് പോവും. ഹോ, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ഒരു മയത്തിനെല്ലാം ഒരു മിതത്വത്തിൽ കൺട്രോൾ യുവർ സെൽഫ് എന്ന് പറയുന്ന പോലെ ഇല്ലേ? അപ്പോ ഹരികൃഷ്ണ ഭഗവതി മഹാമായ സർവീശ്വര്യകാരിണി. അപ്പോൾ പ്രാണായാമാദി, അപ്പം യമനിയമാദികളും പ്രാണായാമവും ഒക്കെ കുറച്ചുകൂടെയൊക്കെ നേരത്തെ ഒരു 45-50-55 ആരോഗ്യമുള്ളപ്പോൾ, വയസ്സ് ഞാൻ പറയുന്നില്ല, ആരോഗ്യമുള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് അവസാന കാലത്തേക്ക് പ്രാണന്റെ സഞ്ചാരം സുഗമമാക്കാം. നമുക്ക് ആർക്കും ഇവിടെ നിന്ന് പോവാതിരിക്കാൻ പറ്റൂല. എത്രയൊക്കെ അരിപ്പെട്ടിയെ കെട്ടിപ്പിടിച്ചാലും പ്രമാണത്തിനെ കെട്ടിപ്പിടിച്ചാലും ഡിന്നർ സെറ്റിനെയും ഹോർലിക്സ് ഉപ്പിയും പ്ലാസ്റ്റിക് കവറും ബിഗ് ഷോപ്പറും കെട്ടിപ്പിടിച്ച് അടുക്കളയിൽ കൊണ്ട് കൂട്ടി വെച്ചാലും അങ്ങ് പോയേ പറ്റൂ. പോവാൻ നേരത്ത് പ്ലാസ്റ്റിക് കവറും കൊണ്ടുപോകില്ല, ഹോർലിക്സ് ഉപ്പിയും കൊണ്ടുപോകില്ല, ഡിന്നർ സെറ്റും കൊണ്ടുപോകില്ല, അടുക്കി വെച്ചേക്കുന്ന മുണ്ടും നെരിയതും കൊണ്ടുപോകില്ല. പിള്ളേർ പറയോ ഇതിനെ ഇനി എന്തോ ചെയ്യും ശിവനെ? ചോദിക്കും, ആർക്കെങ്കിലും വേണോ? എൻ്റെ പൊന്നോ, എൻ്റെ അമ്മമ്മേരെ അമ്മ അവരെ ഇരുന്ന കാലത്ത് അവരാ നടയി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ മുമ്പ് കൂടെ അപ്പോഴാണ് അവരെ മുണ്ടുന്നേരിതും വേണോ ഇല്ലേ? പണ്ടൊക്കെ പിന്നെയും ആരെങ്കിലും, ഇപ്പം പിന്നെ അതും കൂടി എടുത്തങ്ങ് കത്തിച്ച് കളയും. അതുകൊണ്ട് ഈ അടുക്കി വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഒരു സമയത്ത് ഒരു വസ്ത്രമല്ലേ ധരിക്കാൻ പറ്റൂ ഇല്ലേ? 2041 ഓണത്തിന് വേണ്ടി ഇപ്പോഴേ കുപ്പായം തച്ച് വെച്ചോണ്ടിരിക്കണോ? അതൊക്കെ അപ്പോൾ കണ്ടതുപോലെ. ഇതൊക്കെ 98 വയസ്സൊക്കെ കഴിഞ്ഞാൽ കേട്ടോ. അതിന് മുമ്പെല്ലാം വെച്ചോണ്ടിരിക്കാം, കുഴപ്പമില്ല. 98 ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ 98 വരെ കുഴപ്പമില്ല. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് 14-ാം അധ്യായത്തിൽ വേദപ്പൊരുളായ ഈ പുരാണം മുനിമാരെ കേൾപ്പിച്ച ശേഷം തന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് പരാശക്തിയുടെ പാദപത്മത്തിലെ തേൻ നിരന്തരം നുകരുന്ന ഭൃംഗമായി ശ്രീശുകൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് വേദപ്പൊരുളായ പുരാണം മുനിമാരെ കേൾപ്പിച്ചതിന് ശേഷം തന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവർ മംഗളങ്ങളും നേർന്നുകൊണ്ട് പരാശക്തിയുടെ പാദപത്മത്തിലെ തേൻ നിരന്തരം നുകരുന്ന ശ്രീശുക ബ്രഹ്മർഷി ആകാശമാർഗത്തിൽ അല്ലേ? ഇവിടെ വേദവ്യാസൻ ജനമേജയനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് പുരാണ ദർശന ഫലം എന്ന് പറയുന്ന അവസാനത്തെ അധ്യായത്തിലെ കഥാസംഗ്രഹവും ആയി. ഇനി നവരാത്രം വന്നണഞ്ഞ 4 നവരാത്രികളെ കുറിച്ചുള്ള സംശയമാണ്. 2 മിനിറ്റ് കൊണ്ട് അതും തീർത്തു തരാം. ഇദ്ധം ദേവി ഭഗവതം മത്പുരാണം. നവരാത്രി എന്ന വ്രതത്തെ ചൊല്ലുന്നേ ഞാൻ, ദേവിക്കു മാത്രം സമർപ്പിതം. സർവദേവതാ സ്വരൂപമായ ദേവിയെ സങ്കല്പിച്ച നവരാത്രി വ്രതത്തെക്കുറിച്ച് പറയുന്നു. സർവത്രമായി അനുഷ്ഠിക്കും ഈ വ്രതം ഇങ്ങനെ ചൊല്ലാം, അതിൻ പൊരുളാമാഗമത്തെയും ചൊല്ലാം. വിധിപ്രകാരം നവരാത്രി പൂജ അനുഷ്ഠിക്കണം വർഷത്തിൽ 4 നാൾ. അതിൽ ശരത്കാലം, വസന്തകാലം എന്നിവ ഋതുക്കൾ, കാലദ്രംഷ്ടകൾ, രോഗങ്ങൾ, മരണങ്ങൾ,
അധികമായി വന്നു ഭവിച്ചിടും കാലദ്രംശ്രാഖ്യമാം 2 കാലങ്ങളിൽ മേടം തുലാം എന്നീ മാസങ്ങളിൽ ഈ ദേവീ ഭാഗവത നവാഹ യജ്ഞത്തെ ചെയ്ത് നവരാത്രമനുഷ്ഠിക്കാമെന്നും വിധി. മേടം തുലാം മാസങ്ങൾ നവരാത്രിയായി കണ്ട് 9 രാത്രങ്ങളിലായി മേടത്തിലോ തുലാത്തിലോ നമുക്ക് അനുഷ്ഠിക്കാം. 2 ഋതുക്കൾ, സർവ്വ ഋതുക്കളിലും 2 ഋതുക്കൾ കാലദ്രംഷ്ടകൾ എന്നറിയപ്പെടുന്നു. മരണം കൂടുതൽ, അസുഖം കൂടുതൽ എന്ന് പറയപ്പെടുന്ന ഈ 2 കാലങ്ങൾ, അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ശരത്തിലും വസന്തത്തിലുമാണെന്നും ആ കാലത്ത് നവരാത്ര വിധത്തോടുകൂടി, നവരാത്രി പൂജാവിധിയോടുകൂടി പാരായണം ചെയ്യുന്നത് നല്ലതാണെന്നും പറയുന്നു. വ്യാസൻ നിർദ്ദേശിച്ചിരിക്കുന്ന നവരാത്രി പൂജാവിധിയെ ചുരുക്കി ഇങ്ങനെ പറയാം. അന്ന് നവരാത്രി വ്രതം തുടങ്ങിയാൽ ഹവിസ്സു മാത്രം ഭക്ഷിക്കാം. തൂണുകൾ, ധ്വജങ്ങൾ നാട്ടണം, മണ്ഡപം തയ്യാറാക്കണം, 16 മുഴം ചുറ്റളവ്. അതുകൊണ്ടാണ് ഞാൻ ഭൂമി പൂജയ്ക്ക് വരുമ്പോൾ ചുറ്റളവ് പറഞ്ഞിട്ട് പോകുന്നത്. 16 മുഴം ചുറ്റളവിൽ മണ്ഡപത്തെ നിർമ്മിക്കണം. അല്ലാതെ എനിക്ക് തോന്നിയതുപോലെ അല്ല ഞാൻ ഈ വേദിക്ക് കണക്ക് പറയുന്നത്, ആ മണ്ഡപത്തിന് കണക്ക് പറയുന്നത്. ഇതൊക്കെ ഭാഗവതത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി. ഭാഗവതത്തിനേക്കാളും വലിയ, വീടിനേക്കാളും വലിയ പഠിപ്പുര ആവണ്ടെന്ന് പറയുന്നത് പോലെ ഭാഗവതത്തിന്റെ ദാസന്മാരായാ മതി. ഭാഗവതമാണ് പരമശ്രേഷ്ഠം, അത് പറയുമെന്ന് വേണമെന്ന്. എന്നിട്ടോ നിരപ്പും വൃത്തിയും പരിശുദ്ധമാം സ്ഥലം, തൂണുകൾ, ധ്വജങ്ങൾ നാട്ടണം, 16 മുഴം ചുറ്റളവ് അത്യുത്തമം. പിന്നെ 9 ഗുണിതങ്ങളെ കൊണ്ട് ചുറ്റളവും നിർണയിച്ചിടാം. പിന്നെയോ ഈ മണ്ഡപം വെള്ളമണ്ണ്, ചാണകം ഇവ ചേർത്ത് വൃത്തിയായി മെഴുകണം. ചെങ്ങന്നൂര് യജ്ഞം നടത്തിയ അവിടെ ചോദിച്ചാൽ അറിയാം. വെള്ളമണ്ണും ചാണകവും ഒക്കെ കൊണ്ട് അടിച്ച് നിരത്തിയാണ്, പദം വരുത്തിയാണ് യജ്ഞവേദി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയോ മധ്യത്തിൽ 4 മുഴം ചുറ്റളവിൽ 1 മുഴം ഉയരത്തിൽ ശുഭ്രവേദി ഉയരണം. ഈ ഇരിക്കുന്ന തട്ട് ഈവന്റ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഡെക്കറേഷൻകാരന്റെ അളവിലല്ല ഈ തട്ട് നമ്മളാണ് കൃത്യമായിട്ട് അളവ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ആ അളവ് പറഞ്ഞു കൊടുക്കാൻ അറിയണം. ഇത് ദേവി ഭാഗവത്തിൽ എവിടുന്നാണ് വായിക്കുന്നത്, എന്താണ് ആധാരം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്. ഇന്ന രീതിയിൽ ഇത് നടത്തണമെന്ന് പറഞ്ഞു വച്ചിരിക്കുമ്പോൾ ബാലെ നടത്താനോ നാടകം നടത്താനോ ഉള്ള വേദിയല്ല യജ്ഞങ്ങൾ. ദേവി ഭാഗവതം ഭക്തിയെ ജനിപ്പിക്കാനാണ്. അതിനോടനുബന്ധമായി ഭഗവതിക്ക് പ്രിയമായത് എന്തുമാവാം. നൃത്തം, നാട്യം എന്തുമാവാം. എന്നിട്ട് 1 മുഴം ഉയരത്തിൽ ശുഭ്രവേദിയും ഇതത്രേ പീഠസ്ഥാനം. ഈ മണ്ഡപത്തെയും വേദിയെയും തോരണാദികൾ കൊണ്ട് ചമയ്ക്കണം. വേദിയിൽ സമർപ്പിക്കും സിംഹാസനത്തിൽ പട്ടു വിരിക്കണം. പിന്നെ ചതുർഭുജയാം ദേവിയെ. അതുകൊണ്ട് യജ്ഞവേദിയിൽ വയ്ക്കുന്ന ദേവി പലപ്പോഴും ചതുർഭുജയാണ്. ചുരുക്കം ചില കാലദ്രംഷ്ടകളാകുന്ന സമയത്ത് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ മാത്രമാണ് ഞാനൊരു വ്യത്യാസം പറയാം. വിഗ്രഹം വാങ്ങുന്ന സമയത്ത് ഞാൻ പറയും അത് കാലദ്രംഷ്ടകളാണ് ഇപ്പോഴത്തെ കാലപ്രമാണം. അതുകൊണ്ട് ദേവി ഭാഗവതം ആ സമയത്ത് മാത്രമാണ് ഞാൻ വിഗ്രഹത്തിൽ ഒരു വ്യത്യാസം പറയുക. ബാക്കിയുള്ള ഏത് യജ്ഞവേദിയും ചതുർഭുജയാണ് ഭഗവതി. പിന്നെയോ അത് കാരണം ഇതാണ്. അതിന്മേൽ ചതുർഭുജയായ ദേവിയെ പ്രതിഷ്ഠിക്കണം. അതിനുശേഷം ശാന്തനാം വിപ്രൻ വേദപാരായണം നടത്തണം. പിന്നെ മഖത്തിനാദിയായി ദുർഗാ സപ്തശതി. അതുകൊണ്ടാണ് ദേവി മഹാത്മ്യം എന്നും വായിക്കുന്നത് ദുർഗാ സപ്തശതിയും കൊണ്ട്. പിന്നെ പൂജ 9 നാൾ നീണ്ടു നിന്നിടും. നവരാത്രി പൂജയിൽ തത്പ്രധാനം കുമാരി പൂജയെന്നും അറിയണം. ഇതൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമായിക്കോട്ടെ, ഒരു വീടായിക്കോട്ടെ, യജ്ഞവേദിയുടെ അളവ് എത്ര ചോദിക്കുമ്പോഴേക്കും നിങ്ങളുടെ അളവിന് അങ്ങ് ഇട്ടോളൂ എന്നല്ലല്ലോ നമ്മൾ പറയുക. നിങ്ങളുടെ സൗകര്യം പോലെ, പന്തലുകാരുടെ സൗകര്യം പോലെ ഇട്ടോളൂ എന്നല്ലല്ലോ പറയുക. അറിയുന്ന ഒരാളും അത് പറയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചിട്ട ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വായിച്ച് കേൾപ്പിച്ചു തന്നത്. ഇത്ര അടി ഉയരം, ഇത്ര അടി നീളം, ഇത്ര അടി വീതി,
വേദിയിലേക്ക് ഭഗവതിയെ ഇരുത്തുന്ന പീഠത്തിന്റെ ഉയരം എത്ര ആവാം? ഇതിനെല്ലാം കണക്കുകളുണ്ട്. അല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച്, അല്ലെങ്കിൽ പിന്നെ ഭാഗവതം വേണ്ടാന്ന് വെക്കണം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്തോ നടത്തുന്നു. ദേവി ഭാഗവത യജ്ഞം എന്ന് പറയരുത്. കാരണം ദ്രവ്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം തന്നെയുണ്ട് നമുക്ക്. പ്രഥമയാണെങ്കിൽ പ്രഥമയിൽ രാവിലെ ഭഗവതിക്ക് എന്ത്, ദ്വിതീയ ആണെങ്കിൽ എന്ത്, തൃതീയ ആണെങ്കിൽ എന്ത്, നക്ഷത്രമാണെങ്കിൽ എന്ത്, ഓരോ ദ്രവ്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇതെല്ലാം ചിട്ടയ്ക്ക് എഴുതി വെച്ചിട്ടില്ലേ? ഈ എഴുതി വെച്ചിട്ടുള്ളതുള്ളപ്പോ ദേവി ഭാഗവത യജ്ഞം നടത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇനി നവാഹതർപ്പണവും നവാചന്ദ്രിയും ഒന്നും പഠിക്കണ്ട. ശരി, ആ ദേവി ഭാഗവതം കയ്യിലുണ്ടോ? അതിനകത്ത് മാഹാത്മ്യത്തിനകത്ത് ചിട്ടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഏതേതൊക്കെ നക്ഷത്രത്തിൽ തുടങ്ങാം, ഏതേതൊക്കെ നക്ഷത്രത്തിൽ തുടങ്ങരുത്, എല്ലാം വൃത്തിയായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിലുള്ള ജ്ഞാനത്തിനെയാണ് ആളുകൾ നമസ്കരിക്കുന്നത്. അല്ലാതെ കരിഞ്ഞു പോവുകയും കത്തിപ്പോവുകയും ചെയ്യുന്ന ഈ ശരീരത്തിനെ അല്ല ആരും നമസ്കരിക്കുന്നത്. ജ്ഞാനമൂർത്തികളായി ഭവിക്കണം. ജ്ഞാനമാണ് വലുത്. ആ ജ്ഞാനമാണ് നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കണം. ജ്ഞാനത്തെ അല്ലാതെ ഒരു വ്യക്തിയെയോ ഒരു ബോധത്തെയോ ഒരു ശരീരത്തെയോ അല്ല നമസ്കരിക്കുന്നത് ജ്ഞാനമൂർത്തിയായ ഭഗവതിയെ തന്നെ എന്ന് പറഞ്ഞ്, അപ്പൊ ഇന്നത്തെ ഇനി ചടങ്ങുകൾ എന്ന് പറയുന്നത്, ഇവിടെ ഭഗവതി സേവ നടക്കും, ബ്രഹ്മകലശമാടും, ബാക്കിയുള്ള ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് ജനമേജയൻ ധൗമ്യാദികളെ കൊണ്ട് യജ്ഞം നടത്തിക്കുന്നു എന്ന് പറയുന്ന ഭാഗം വരുമ്പോഴേക്കും പൗരാണികർക്കായിട്ടുള്ള പ്രത്യേക നമസ്കാരം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇത് ഇത്രയും പറഞ്ഞു തന്നത്, അവർക്കുള്ള പ്രത്യേക നമസ്കാരം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ ഏറ്റവും അവസാനം പരാപരയായ അംബ ദുർഗ ഇന്നലെ പറഞ്ഞു തന്ന ക്രമത്തിൽ ഭഗവതിമാർ ഓരോരുത്തരായി സ്വധാമത്തെ പോകും. സ്വധാമത്തെ പോയി കഴിയുമ്പോഴേക്കും ഏറ്റവും അവസാനം ഭഗവതി സേവയിൽ ലളിത സഹസ്രനാമം ഒരുമിച്ച് ജപിച്ച് ആ ഭഗവതിയെയും കൂടി സ്വധാമമായ മണിദ്വീപത്തിലേക്ക് സർവ ആരതികളോടും നിവേദ്യത്തോടും സർവ അലങ്കാരങ്ങളോടും കൂടി മണിദ്വീപത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ യജ്ഞത്തിന് പൂർത്തിയായി. അപവൃത സ്നാനം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിൽ ഒരിടത്തും, ദേവി ഭാഗവതത്തിൽ ഒരിടത്തും അപവൃത സ്നാനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, പരാമർശങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ അപവൃത സ്നാനം എന്ന് പറയുന്നത് കാലികമായി വന്നു ചേർന്ന ഒന്നാവാനേ വഴിയുള്ളൂ. പിതൃമുക്തിക്കും പിതൃമോക്ഷത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി ഇങ്ങനെ അപവൃത സ്നാനം ചെയ്തിരുന്നതായി മഹാഭാരതം വനപർവ്വത്തിലും ശാന്തിപർവ്വത്തിലും അർജുനൻ പറയുന്ന ഭാഗങ്ങളുണ്ട്. അതിനെ അനുസ്മരിപ്പിച്ചാവണം അങ്ങനെ ഒരു സമ്പ്രദായം വന്നത്. സാധാരണ രീതിയിൽ ഭഗവതിക്ക് കലശമാടി സന്തോഷത്തോടുകൂടി 9 ദിവസം യജ്ഞവേദിയിൽ നമുക്ക് ഉൾക്കണ്ണില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ഉൾക്കണ്ണുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന ഭഗവതിയെ കാണാൻ പറ്റുമായിരുന്നു. നമുക്കതില്ലാത്തത് കൊണ്ടാണ് ആ സാന്നിധ്യത്തെ അറിയുന്നത്. ആചാര്യസ്വാമികൾ പറയും, ഗരുഡന്റെ പുറത്ത് വരുന്ന ഭഗവതിയെ കാണാനുള്ള കണ്ണില്ല, നമുക്ക് ഗരുഡനെ വരെ കാണാനേ കണ്ണുള്ളൂ, അതിന്റെ മുകളിൽ ആളുണ്ട്, ആ കണ്ണ് തുറക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ ദേവി ഭാഗവത നവാഹയജ്ഞവും കീർത്തനത്തോടുകൂടി നാമജപത്തോടുകൂടി ആരംഭിക്കാം. ഹരി ഓം.